കാര്യങ്ങള് ഒന്നങ്ങോട്ട് കയറി ചെന്നിട്ട് അതൊന്ന് വായിച്ച് പഠിച്ച് ഒരു 5 ചോദ്യം ചെയ്താൽ ആ ഏരിയ ക്ലിയർ ആണ്. അങ്ങോട്ട് പോകും. 15 ദിവസം നിങ്ങൾ എനിക്കും വേണ്ടി കുത്തിരിക്കാൻ റെഡിയാണോ? ഉറപ്പിച്ചോ? കയറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. മനസ്സിലായി? 15 ദിവസം. അത് നാളെ മുതൽ തുടങ്ങാന്ന് പറയരുത്. പലർക്കുള്ള പ്രശ്നമാണ് 15 ദിവസം. നാളെ മുതൽ 15 ദിവസം തുടങ്ങാന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി മൊത്തം കളിക്കും. പ്ലീസ്, 15 ദിവസം നിങ്ങൾ പബ്ജി കളിക്കരുത്. 15 ദിവസം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒന്ന് ആക്ടിവിറ്റി കുറക്കണം. 15 ദിവസം യൂട്യൂബ് പോകരുത്. 15 ദിവസം ബാക്കിയിലെ ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനത്തിൽ തന്നെ കയറരുത്. 15 ദിവസം വല്ലാണ്ട് ഉറങ്ങരുത്. മക്കളെ, നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം ഗ്യാരണ്ടി ചെയ്യാം. പ്ലസ് ടുവിന് ശേഷം 3-4 കൊല്ലം കഴിഞ്ഞിട്ട് കുറെ പഠിച്ച് ഒന്നും ആവാതെ പോകുന്നവരുണ്ട്. പക്ഷേ ഒരൊറ്റ ക്രാഷ് കോഴ്സിൽ ജീവിതം മാറുന്നവരുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നത് ആ ഒരൊറ്റ 15 ദിവസത്തെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നിങ്ങൾ മികച്ചൊരു കോളേജിൽ എത്തുന്നതാണ്. എല്ലാവരും എഞ്ചിനീയറിംഗ് ആണ്, മെഡിക്കലാ, അഗ്രികൾച്ചർ സിംപ്ലാ മക്കളെ. ഒന്നും പഠിക്കാറില്ല. നീറ്റ് ആണെന്നുണ്ടെങ്കിൽ ബയോളജി എന്ന് പറഞ്ഞ സാധനം ചെയ്യും. അത് കുത്തിപ്പിടിച്ച് തലയിൽ കയറ്റാണ്ട് ഇതൊക്കെ ഐഡിയകളാണ്. ഇതങ്ങോട്ട് കയ്യിൽ പോകും. മനസ്സിലായോ? തുടങ്ങട്ടെ, ഞാൻ മെല്ലെ തുടങ്ങട്ടെ. എന്നാ പിന്നെ അടുത്ത ഒരു ചോദ്യം കൂടെ ഞാൻ മെല്ലെ ഒന്ന് ചോദിക്കാം. ചോദിക്കുമ്പോ ഞാൻ ചോദ്യം ചോദിക്കുന്നവര് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. എന്ന് വെച്ച് നിങ്ങൾ പൊട്ടത്തരം പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല. എന്നെക്കാളും ബുദ്ധിയുള്ളവരാണോ നിങ്ങൾ? അത് ഞാൻ ഉറപ്പിച്ചു പറയാമല്ല. എന്റെ അഹങ്കാരമാണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ വരുമോ? അപ്പൊ എന്നെക്കാളും ബുദ്ധി കുറഞ്ഞവരാണ് നിങ്ങൾ, എന്നെക്കാളും അറിവ് കുറഞ്ഞവരാണ് നിങ്ങൾ. ആ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് എന്ത് പൊട്ടത്തരം വേണമെന്നുണ്ടെങ്കിൽ അടിച്ചു വിട്ടോ. ക്ലാസ് ആക്റ്റീവ് ആക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടാവില്ല, ഒന്നുമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ പൊട്ടത്തരം പറഞ്ഞു പഠിക്കൂ. എങ്കിൽ മാത്രമേ ഈ ഒരു 15 ദിവസം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. കാര്യം മനസ്സിലായോ? അടുത്ത ഈ പ്ലസ് ടുവിലുള്ള മൊത്തം സാധനം നമ്മൾ ഒരു 10-20 ദിവസത്തിലാണ് കയറ്റുകയാണ്. അപ്പൊ കുറച്ച് ടൈറ്റാണ്. ആ ടൈറ്റില് മനസ്സിലായില്ലേ? സൂര്യനെ പോലെ എരിഞ്ഞാൽ മാത്രമേ നക്ഷത്രത്തെ പോലെ തിളങ്ങും. അതറിയില്ലേ? അറിയില്ലേ? അതത്രേ ഉള്ളൂ. ഒന്നങ്ങട്ട് എരിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ ഒരു ഫ്ലക്സ് ഒക്കെ ഞങ്ങൾക്ക് പേര് വെച്ചിട്ട് വരുള്ളൂ. അപ്പൊ നമ്മളുടെ ആഗ്രഹവും അതാണ്, നിങ്ങളുടെ ആഗ്രഹവും അതാണ്, അല്ലെ? നിങ്ങൾ ജയിച്ചതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാണ്ടോ? നിങ്ങൾ എഞ്ചിനീയർമാരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇസാഫിന് ഇങ്ങനെ ഓരോ ലക്ഷം രൂപ വെച്ച് മാസം തരുമോ? ഇല്ലല്ലോ, തരാറൊന്നുമില്ലല്ലോ. നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങളുടെ ഭാഗ്യമാണ്. ആ ഭാഗ്യം റെഡിയാക്കേണ്ടതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ സാഫ്. മനസ്സിലായില്ലേ? നിങ്ങൾ വളരെ വൃത്തിക്ക് പഠിക്കുക. അതുകൊണ്ട് ഞങ്ങൾ പരസ്യം ചെയ്യും. ഞങ്ങൾ അടുത്ത വർഷം വീണ്ടും കുട്ടികളെ കൂട്ടും. ഞങ്ങൾക്കുള്ള ഗുണം അത് മാത്രമാണ്. അതേസമയം നിങ്ങൾ പഠിച്ച് നിങ്ങൾ നേടിയ അതിന്റെ മൊത്തം ഫ്രൂട്ട് എന്ന് പറയുന്നു, ആ ഫലം ജീവിതകാലം മൊത്തം നിങ്ങൾക്കാണ്. ബീങ് ആൻ NITian, ബീങ് ആൻ IITian, ബീങ് ആൻ കേരള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ചില്ലറ പ്രൈഡ് ഒന്നല്ല. മനസ്സിലായില്ലേ? സോ എപ്പോഴും അത് മനസ്സിൽ വെക്കുക. അടുത്ത 15 ദിവസം ഞാൻ പറഞ്ഞ രീതിയിൽ നടക്കണം എന്നുള്ളത് അഭ്യർത്ഥനയാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഒന്നും അങ്ങോട്ട് നിങ്ങളെ തല്ലി പഠിപ്പിക്കുക ഒന്നുമല്ല. പക്ഷെ നിങ്ങൾ ഇത് കേട്ടാൽ എവിടെയെങ്കിലും എത്തുന്നുള്ളത് 100% ഉറപ്പ്. ഓക്കെ ഓക്കെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ മക്കളെ. റെഡ് ലൈറ്റ് ഇൻ ദ ട്രാഫിക് ഈസ് 1 IR, 2 UV, 3 ഈ എക്സ്റേ, 4 മൈക്രോവേവ്. മകളെ, ട്രാഫിക്കിൽ നിങ്ങൾ വണ്ടി നിർത്താൻ കാണിക്കുന്ന റെഡ് ലൈറ്റ് എന്ന് പറയുന്നത് അത് IR വേവ് ആണോ, UV ആണോ, എക്സ്റേ ആണോ, മൈക്രോവേവ് ആണോ? ഒന്ന് ജസ്റ്റ് ഒരു പ്രശ്നമില്ല. നിങ്ങൾ 3 പേരെ IR ശ്രദ്ധിക്കുക. ഇൻഫ്രാറെഡ് തന്നെ. IR, UV. എക്സ്റേ അല്ലാന്ന് ഉറപ്പാണല്ലോ. ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തിട്ടുണ്ടോ? ആ എക്സ്റേ വിസിബിൾ അല്ലല്ലോ, കണ്ണുകൊണ്ട് കാണോ? ഇല്ലല്ലോ. മൈക്രോവേവ്, ഹീറ്റ് വേവ് എന്നാണ് അതിനെ വിളിക്കുക. നിങ്ങൾ ഫിസിക്സിൽ പഠിക്കും മക്കളെ. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കാര്യം പറയട്ടെ. മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ലൈറ്റിനെ വിളിക്കുന്ന പേര് വിസിബിൾ ലൈറ്റ്.
ഈ 4 നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അപ്പൊ റെഡ് ലൈറ്റിന്റെ ട്രാഫിക് ഈസ് വിസിബിൾ ലൈറ്റ് ആണ്. ഈ 4 ഓപ്ഷനും തെറ്റാണ്. അയ്യാണെന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. പക്ഷെ നിങ്ങളുടെ ട്രാഫിക്കിൽ റെഡ് ലൈറ്റ് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലേ? സോ ഇറ്റ് ഈസ് നോട്ട് അയ്യാ, ഇറ്റ് ഈസ് നോട്ട് യു വി, ഇറ്റ് ഈസ് നോട്ട് എക്സ്-റേ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് മൈക്രോവേവ്, ബട്ട് ഇറ്റ് ഈസ് തെറ്റിച്ചുണ്ടോ? ടോപ്പ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഞാൻ ഇതേ ക്വസ്റ്റ്യൻ ഇട്ടെ. ക്വസ്റ്റ്യന്റെ 4ാമത്തെ ഓപ്ഷൻ ഞാൻ നൺ ഓഫ് ദീസ് ഇട്ടു. സാധാരണ നൺ ഓഫ് ദീസ് കണ്ടിട്ടുണ്ട്, സോറി നൺ ഓഫ് ദീസ് ഇട്ടു. നൺ ഓഫ് ദീസ് കണ്ടിട്ടുണ്ടെങ്കിൽ സാധാരണ കുട്ടികൾ എന്ത് ചെയ്തു? അത് ചെയ്യൂല, ബാക്കി 3 കുത്തും. അവിടെ ഞാൻ 1900 പേർക്കാണ് എക്സാം നടത്തിയത്. ആൻഡ് 89% സ്റ്റുഡൻസ് ഈ ചോദ്യം തെറ്റിച്ചു. മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ചോദ്യം കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ അല്ലേ? റെഡ് ലൈറ്റ് ഇൻ ദ ട്രാഫിക് ഈസ് IR UV X. 89% ഈ 3 ഓപ്ഷനാ കുത്തിയത്. 11% കുട്ടികൾ മാത്രമാണ് രണ്ടാമത്തിയപ്പോ. കാര്യം മനസ്സിലായോ? നിങ്ങളെ എട്ടിയൊക്കെ പുറത്താക്കാൻ വലിയ പണിയുണ്ടോ? ഇതുപോലൊക്കെ ചോദ്യം ഇട്ടാ പോലെ, ഇതുപോലൊക്കെ ചോദ്യം ഇട്ടാ പോലെ. അത് ഇപ്പോ നമ്മൾ ചെയ്യേണ്ടത് കുറെ ഉള്ളിക്കട കുത്തി ഇറങ്ങി കയറി പഠിക്കുക എന്നുള്ളതല്ല, ഈ പുറമെയുള്ള പ്രൈമറി ഡീറ്റെയിൽസ് സ്ട്രോങ് ആക്കുക. കാര്യം മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ മുന്നിൽ സൊല്യൂഷൻ എന്താ, ഈ ചോദ്യം എന്താന്നുള്ളത് ഒരു ഫാഷൻ കാണിച്ചു തരാൻ വേണ്ടിട്ട് പറഞ്ഞതാ. ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് അല്ല. നിങ്ങളുടെ ബേസിക് കോമൺ സെൻസ് മാത്രമാണ് അവർ ചോദിക്കുന്നത്. ഇങ്ങോട്ടോ ക്യാമറ കുറച്ച് ഓക്കെ ആണോ? കാര്യം മനസ്സിലായിട്ടുണ്ടോ? വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ടോ? പഠിപ്പിക്കുന്നത് എങ്ങനെയുണ്ട്? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ DF ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് ഒന്ന് വലിയ കയറിക്കോട്ടെ മക്കളെ. നിങ്ങളുടെ മുന്നിൽ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് DF ബ്ലോക്ക് എലമെന്റ്സ് ഈസ് ദ ലാർജസ്റ്റ് ഇനോർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ. നിങ്ങളുടെ മുന്നിൽ ഡിസ്കസ് ചെയ്യാനും പഠിക്കാനൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ അതിൽ നമ്മൾ നമ്മുടെ കോർ ഏരിയ ഡിസ്കസ് ചെയ്യും. What do you mean by DF block elements and what are their characteristics? ഈ ഭാഗത്ത് നിന്നാണ് നിങ്ങൾക്ക് ചോദ്യം വരിക. ചോദ്യം വരുന്ന ഏരിയ പഠിപ്പിച്ച് അവിടെ നിന്ന് നിങ്ങൾ മോക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് കയറുന്നതല്ലേ ഉചിതം. നോക്കൂ മക്കളെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കണേ. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ ഞാൻ ആദ്യം നിങ്ങളുടെ മുന്നിൽ പഠിപ്പിക്കുന്നത് ഡി ബ്ലോക്ക് എന്ന് പറയുന്ന ഏരിയയാണ്. ബുദ്ധിമുട്ടുണ്ടോ? ഡി ബ്ലോക്ക് എന്ന് പറയുന്ന ഏരിയയാണ്. ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് 4 സീരീസ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ആൻഡ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ഒന്നാമത്തെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഞാൻ സ്കാൻഡിയം എന്നെടുത്തു. ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് കോഡ് അറിയോ? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, ഇനി അയൺ, ഫെറസ്, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. കാര്യം മനസ്സിലായിട്ടുണ്ടോ? ആദ്യത്തെ ഡി ബ്ലോക്ക് എലമെന്റ് തുടങ്ങുന്നത് 21 എന്ന് പറയുന്ന അറ്റോമിക് നമ്പറിലാണ്. റെഡി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലല്ലേ പീരിയോഡിക് ടേബിൾ ഉള്ളത്. 21 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 22 പറഞ്ഞോളൂ. 23, 24, 25, 26, 27, 28 and 29. The last one in this series is 30. കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഡി ബ്ലോക്ക് എലമെന്റ് സ്കാൻഡിയത്തിൽ തുടങ്ങി സിങ്കിൽ അവസാനിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇതിന്റെ ഇനിയുണ്ട് 2-3 ഡി. കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഇങ്ങനെ നിങ്ങളുടെ ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത് ടോട്ടൽ 40 എലമെന്റ്സ് ഉണ്ട്. കാര്യം മനസ്സിലായിട്ടുണ്ടോ? എത്ര എലമെന്റ്സ് ആണ് ഡി ബ്ലോക്ക് ഉള്ളത്? 40 എലമെന്റ്സ്. കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഇനി നിങ്ങളുടെ മുന്നിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് നോക്കണം കേട്ടോ. നോക്കണേ. സ്കാൻഡിയം എന്ന് പറയുന്നത് 21 അല്ലേ? സ്കാൻഡിയം 21ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നിങ്ങൾ പറയോ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞോളൂ. 1s2 പറഞ്ഞോ.
1s 2s 2p 3s 3p 4s എപ്പോഴും നോക്കണം നിങ്ങൾ 4s ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെക്ക് പോയിന്റ് ആണ് 20 തികഞ്ഞു. 2 2 4 4 6 10 10 2 12 12 6 18 18 2 20. കാര്യം മനസ്സിലായിട്ടുണ്ടോ? 20 എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ തികഞ്ഞു. ഇനിയാണെന്നുണ്ടെങ്കിൽ 21 ആകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3d1. ശരിയല്ലേ മക്കളെ? ഇവിടെ 21 എന്ന് വന്നില്ലേ മക്കളെ? ഇവിടെ 21 എന്ന് വന്നില്ലേ? അപ്പൊ ഇവിടെ എത്ര വന്നത്? 21 എന്നല്ലേ വന്നത്? കിട്ടിയോ? കിട്ടിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈറ്റാനിയം 22 പറഞ്ഞോ. ടൈറ്റാനിയം 22 ആണെങ്കിൽ 1s 2s 2p 3s 3p 4s വരെ പോകണല്ലേ? കാരണം 4s വരെ 20 അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4s2 20 തികഞ്ഞു. അടുത്തത് ടൈറ്റാനിയം 22 ആണ്. 4s2 3d2. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോ. ഇവിടെ 22 വന്നപ്പോൾ ഇവിടെയും 22 വന്നില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഐഡിയ കിട്ടിയല്ലോ. വനേഡിയം 23 ആണെന്നുണ്ടെങ്കിൽ 4s2 3d3. കിട്ടിയോ? കിട്ടിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാംഗനീസ് പറഞ്ഞോ. 4s2 3d5. കിട്ടിയോ? കാര്യം മനസ്സിലായിട്ടുണ്ടോ? അടുത്ത ഫെറസ് പറഞ്ഞോ. 4s2 3d6. കോബാൾട്ട് പറഞ്ഞോ. 4s2 3d7. ആൻഡ് നിക്കൽ പറഞ്ഞോ 4s2 3d8. ഐഡിയ കത്തിയോ? ഐഡിയ കത്തിയോ? സബ്സ്റ്റൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനത്തെ ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? നിങ്ങളുടെ അറ്റോമിക് നമ്പർ ഏതാണോ അതിന് കണ്ടെത്തുന്നതിന് വേണ്ടി 4s ഇടുക, 3d ഇടുക. 28 ആണെന്നുണ്ടെങ്കിൽ മുകളിൽ 28 എന്ന് എഴുതുക. പക്കാം? ക്ലിയർ കാർഡ്? ഒരു ഡൗട്ടും ഇല്ല. എടോ ക്ലാസ് മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? ഉറപ്പാണ്? ശരി മാറ്റണോ? ശ്രദ്ധിക്ക് മനസ്സിലാവുണ്ട്? എടോ ഇത് ഇങ്ങനെ തന്നെയാണോ വായിക്കല്? ബാക്ക് സൈഡ് എനിക്ക് ഡൗട്ടില്ല, ഞാൻ ചോദിക്കൂല. ഓക്കെ, സ്കാൻഡിയം 21 ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞോ. ഞാൻ സെലക്ട് ചെയ്യുന്ന മഷിയല്ലോ വരുന്നത്. ഓക്കെ പോട്ടെ. 4s2 3d1 അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞോ. വേഗം പറഞ്ഞോ. വെച്ചിട്ട് പറ. 4s2 3d2 അല്ലേ? പറഞ്ഞോ. അടുത്ത് പറഞ്ഞോ. അടുത്ത് പറഞ്ഞോ. 4s1 3d5. ഞാൻ പറഞ്ഞതിലൊന്നും മാറ്റം വന്നില്ലേ? സാധാരണ ഇവിടെ 24 കാണുന്നുണ്ടെങ്കിൽ 4s-ന്റെയും 3d-ന്റെയും മേലുള്ള 24 എന്നല്ലേ എഴുതേണ്ടത്? പക്ഷെ അങ്ങനെ വന്നോ? അങ്ങനെ വന്നോ? 4s1 3d5 എന്നല്ലേ വന്നത്? യെസ്, the chromium is an exception. കാര്യം മനസ്സിലായിട്ടുണ്ടോ? കാര്യം മനസ്സിലായിട്ടുണ്ടോ? വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സെപ്ഷൻ ഉള്ള 2-3 ആളെ ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങളുടെ മുന്നില്. ഈ പറയുന്ന കോപ്പർ ഇല്ലേ? കോപ്പറിന് നമ്മൾ പഠിച്ച നിയമം അനുസരിച്ചാണെങ്കിൽ 4s ഇടണം, 3d ഇടണം. മുകളിൽ 29 എന്ന് എഴുതണ്ടേ? പകരം എന്ത് എഴുതണം? 4s1 3d10. കാര്യം മനസ്സിലായിട്ടുണ്ടോ? കാര്യം മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിങ്ക് ആണെന്നുണ്ടെങ്കിൽ 4s-ഉം 3d ഇട്ടിട്ട് 30 മുകളിൽ എഴുതണ്ടേ? പക്ഷെ നമ്മൾ അതിന് പകരം 4s2 3d10. These are the 3 exception in electronic configuration. ചോദിക്കും മക്കളെ, ഉറപ്പിച്ചോ? ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് തുടങ്ങുന്നത് സ്കാൻഡിയത്തിലാണ്, അവസാനിക്കുന്നത് സിംഗിലാണ്. പക്ഷെ നിങ്ങൾ ഉറപ്പിച്ചോണം, അതിൽ മൂന്നാളുകൾക്ക് എക്സെപ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. ക്രോമിയത്തിനുണ്ട്, കോപ്പറിനുണ്ട്, സിങ്കിനുണ്ട്. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്, കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 29 ആണ്, ആൻഡ് സിങ്കിന്റെ അറ്റോമിക് നമ്പർ 30 ആണ്. 24 29 30. ക്ലിയർ? ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ടോ? ആൻഡ് നിങ്ങളുടെ മുന്നിൽ ഞാനൊരു കാര്യം പറയട്ടെ. മക്കളെ, ഏതൊരു ആറ്റത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ 3 മണിക്കൂർ സംസാരിക്കുന്നത് വെറുതെ വർത്താനം പറയും.
പറയുന്നത് മൊത്തം ഇമ്പോർട്ടൻ്റ് അല്ല, ഒന്നും പോലും ഒഴിവാക്കാനും. കാരണം 3 മണിക്കൂറിൽ ചാപ്റ്റർ ചെയ്യണമല്ലോ. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, സ്റ്റാറ്റിയം ഉണ്ട്, ടൈറ്റാനിയം ഉണ്ട്. അപ്പോൾ ഇതിന്റെ കോഡ് അറിയോ നിങ്ങൾക്ക്? സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ. ഞാനെങ്ങനെ പഠിച്ചത്? മനസ്സിലായോ? നിങ്ങളുടെയൊക്കെ കോഡ് ഉണ്ടോ? സ്വയം കോഡുകൾ ഉണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ കേട്ടോ, സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ. കിട്ടിയോ? കിട്ടിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കോഡുകളോട് പറഞ്ഞിട്ടെ. നമ്മൾ ഇനി കെമിസ്ട്രിക്ക് കാണുമല്ലോ, എഴുതി വെച്ചോളണം കേട്ടോ. കോഡൊന്ന് എഴുതി വെച്ചോളണേ. ഫസ്റ്റ് ഗ്രൂപ്പ് മക്കളെ, നിങ്ങൾക്ക് വടക്കേ സ്റ്റാൻഡേർഡിലെ ജ്വല്ലറി അറിയോ? ഭീമ ജ്വല്ലറി അറിയോ? വടക്കേ സ്റ്റാൻഡിന് പറയുന്ന ജ്വല്ലറി ഇല്ലേ, ഭീമ എന്ന് പറയുന്നത് അറിയാം. ഭീമക്ക് കാലിക്കറ്റ് ഷോറൂം ഉണ്ട്. കാലിക്കറ്റില് ഷോറൂം. ഞാൻ എന്തിനാ അത് പറഞ്ഞതെന്ന് ചോദിച്ചാ, ഭീമ കാലിക്കറ്റ് ഷോറൂമിൽ ഭയങ്കര റേറ്റ് ആണ്. കിട്ടിയോ? ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഭീമ കാലിക്കറ്റ് ഷോറൂമിൽ ഭയങ്കര റേറ്റ് ആണ്. പറടാ, കാര്യം മനസ്സിലായോ? ഫസ്റ്റ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ലീന എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ആ ലീനക്ക് റുബീന ക്ലോസ് ഫ്രണ്ട് ആണ്. കിട്ടിയോ? ലീനക്ക് റുബീന ക്ലോസ് ഫ്രണ്ട് ആണ്. ഭീമ കാലിക്കറ്റ് ഷോറൂമിൽ ഭയങ്കര റേറ്റ് ആണ്. മനസ്സിലായി? ഇനി 17ാമത്തെ ഗ്രൂപ്പ് നോക്കണേ. അത് നിങ്ങൾ വെറുതെ പറഞ്ഞ് പഠിക്കണം. FClBri. ആൻഡ് 17ാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഹാലോജൻസ്. എന്താ വിളിക്കുക? ഹാലോജൻസ്. അപ്പൊ 17ാമത്തെ ഗ്രൂപ്പ് ഹാലോജൻസിൽ ആരൊക്കെയാ? FClBri. കത്തിയോ? ഇനി 18ാമത്തെ ഗ്രൂപ്പ് ഉണ്ട്, the very important noble gas metals. എന്തൊക്കെയാണ്? നീ, ആര, കൃഷ്ണനോ, സീമയോ, രാമനോ? പഠിച്ചോ? കാര്യം മനസ്സിലായോ? നീ, ആര, കൃഷ്ണനോ, സീമയോ, രാമനോ? മനസ്സിലായോ? കോടതി വെക്കൂലേ? മക്കളെ, നമുക്ക് എഴുതാൻ വല്ലാതെ ഇങ്ങനെ എഴുതൂലേ, ലെക്ചർ നോട്ട് പോലെ എഴുതൂലെന്ന്. ഞാൻ നല്ല നോട്ട് നിങ്ങൾക്ക് അയച്ചു തരാം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതൂലേ, ഞാൻ പറയുന്ന ഐഡിയകളൊക്കെ വേഗം എഴുതിയെടുത്തോ. ഫസ്റ്റ് ഗ്രൂപ്പിന് ലീനക്ക് റുബീന ക്ലോസ് ഫ്രണ്ട് എന്നും, സെക്കൻഡ് ഗ്രൂപ്പിന് ഭീമ കാലിക്കറ്റ് ഷോറൂമിൽ ഭയങ്കര റേറ്റ് ആണെന്നും, ഹാലോജൻസ് എന്ന് പറയുന്ന 17th ഗ്രൂപ്പിന് FClBri എന്ന് പറഞ്ഞു പഠിക്കണം. Because it is that much important. And organic chemistry ഇത് മൊത്തമാണ് വരുന്നത്. And 18th group, നീ, ആര, കൃഷ്ണനോ, സീമയോ, രാമ? വൈഷ്ണവ്, അഭിനന്ദ്, ആൽറിച്ച്, സച്ചിൻ, ദേവിക, അനൽ. ഓൺലൈനിലെ മക്കളെ എനിക്ക് അറിയില്ല. Ready? Let me go forward. എന്തും തെറ്റിക്കോട്ടെ, പൊട്ടത്തരം ചോദിച്ചോ. 1 + 1 = 2 ആണോ എന്ന് ചോദിച്ചാൽ പോലെ എനിക്ക് പ്രശ്നമില്ല. മനസ്സിലായോ? എന്തും പൊട്ടത്തരം വേണമെങ്കിലും ചോദിച്ചോ. ഇങ്ങനെ ഞാൻ കാര്യം പറയട്ടെ, വലിയ പഠിപ്പിയാളാണ് എന്ന് പറയുന്ന പലർക്കും ഒരു ബേസും ഇല്ല. അപ്പം റിപ്പീറ്റ് ചെയ്ത് എനിക്ക് ഒരു ബേസും ഇല്ല. കാരണം ഞാൻ റിപ്പീറ്റിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്, പഠിക്കുന്ന ആളല്ല. മനസ്സിലായില്ലേ? അപ്പൊ എനിക്കറിയാം റിപ്പീറ്റേഴ്സിന്റെ കാണാം. അതുകൊണ്ട് നിങ്ങൾ എന്തും ചോദിച്ചോ. നമ്മൾ ആവശ്യമല്ല, നമുക്ക് ഒറ്റ ആവശ്യമുള്ളൂ. 20 ദിവസം പട്ടിപ്പണി എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും പഠിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നല്ലൊരു കോളേജ് കിട്ടുക. അത് മക്കളെ കിട്ടാവുന്നതേ ഉള്ളൂ. 5-6 കൊല്ലമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 5-6 കൊല്ലമായിട്ട് എനിക്ക് അറിയാലോ ട്രെൻഡ്. 20 ദിവസം മക്കളെ നിങ്ങളൊന്ന് പട്ടിപ്പണി എടുക്കുക.
എന്നാ പിന്നെ അങ്ങനത്തെ 4 കൊല്ലം നിങ്ങൾക്ക് സുന്ദരമായിട്ട് ഒരു ഗവൺമെന്റ് കോളേജിൽ ആശ്രയിച്ചൂടെ. അതേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഈ 20 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചു കളിക്കാനേ ഫ്രണ്ട്സിനോടൊക്കെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കണമെങ്കിലും ഈ 20 ദിവസം അല്ലേ, 20 ദിവസം കൊണ്ട് ഒരു കമ്പനി തകരുമോ? അങ്ങനെ തകരുന്ന കമ്പനിയാണ് ഞാൻ തകരാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ തകരുന്ന ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോകാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഭാവി സെറ്റ് ആക്കുന്നതിനുള്ള മോസ്റ്റ് ക്രൂഷ്യൽ പോയിന്റ് ആണ്, അല്ലെങ്കിൽ മൊമെന്റ് ആണ് ഈ പറയുന്ന ആഫ്റ്റർ +2 ഈ കിട്ടുന്ന ഗ്യാപ്പ്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് വന്നു, ഇനി എന്തായാലും 20 ദിവസം പഠിച്ചിട്ട് കൂടി ആദ്യമേ പറയാം, യു വിൽ ടേക്ക് എ ഹയസ്റ്റ് പൊസിഷൻ. റെഡിയല്ലേ? പഠിപ്പിക്കുന്നത് മനസ്സിലാവില്ലേ? മനസ്സിലാവാത്ത എന്തുണ്ടെങ്കിലും അപ്പൊക്കെ ചോദിച്ചു. റെഡി? തുടങ്ങട്ടെ. ഇതൊക്കെ നിങ്ങൾ എഴുതി കഴിഞ്ഞില്ലേ? ഞാൻ ഇന്നെ ഫസ്റ്റ് എലമെന്റുകൾ ഓക്കെ. ഇനി നോക്കുക മക്കളെ, വാട്ട് ഡു യു മീൻ ബൈ സ്കാൻഡിയം പ്ലസ്? എന്താണ് സ്കാൻഡിയം പ്ലസ് എന്ന് പറഞ്ഞാൽ? കേട്ടി? ഓക്സിഡേഷൻ നമ്പർ. എന്താണ് +1 എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ഓക്സിഡേഷൻ നമ്പർ ആണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഒരു ഇലക്ട്രോൺ കൊടുത്തു, ഇലക്ട്രോൺ പോയി, എക്സ്ട്രാ ഉണ്ട്, ഒരു ഇലക്ട്രോൺ കൊടുത്തു. പ്ലസ് കണ്ടാൽ നമ്മൾ ഉറപ്പിക്കണം കൊടുത്തു എന്നാണ്, വന്നു എന്നല്ല. പലപ്പോഴും പ്ലസ് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതിനല്ലേ പ്ലസ് ആക്കാൻ നോക്കുക, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കൊടുത്തു എന്നാണ്. അപ്പൊ മൈനസ് എന്ന് പറഞ്ഞാലോ? വാങ്ങി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്കാൻഡിയം പ്ലസ് എന്ന് പറഞ്ഞാൽ സ്കാൻഡിയം +1 പകരാട്ടോ പ്ലസ് എന്ന് പറയുന്നത്. സ്കാൻഡിയം +1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ കൊടുത്തു എന്നല്ലേ മക്കളെ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കണേ. ഇതിന്റെ അറ്റോമിക് നമ്പർ 21 അല്ലേ? 21 ആക്കുമ്പോ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s ഇടണം, 3d ഇടണം. 4sന്റെ മേലെ 12 3d ന്റെ മേലെ 1 കൊടുത്ത് 21 എഴുതണം. മക്കളെ ഇതല്ലേ അവസാനത്തെ ഷെല്ല്? ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ പറയുന്ന അവസാനത്തെ ഷെല്ലുകളിൽ നിന്നല്ലേ പോകേണ്ടത്. അപ്പൊ മക്കളെ പല കുട്ടികളും ഒരു ഇലക്ട്രോൺ കൊടുത്തതിന് ശേഷം, സ്കാൻഡിയാണ്, ഒരു ഇലക്ട്രോൺ കൊടുത്തതിന് ശേഷം 4s2 3d0 എഴുതാറുണ്ട്. എഴുതരുത് മക്കളെ, ഉറപ്പിച്ചോളണം. ഇതിന് ഏറ്റവും പുറത്തു നിന്നുള്ള ഷെല്ലിൽ നിന്നല്ലേ ഇലക്ട്രോൺ പോവുക. മക്കളെ 3 ആണോ 4 ആണോ ഏറ്റവും പുറത്തുണ്ടാവുക? ഏറ്റവും പുറത്തുണ്ടാവില്ല ഏതാ? 4 അല്ലേ? അതുകൊണ്ട് മക്കൾ തെറ്റിക്കാതെ എഴുതിക്കൊള്ളണം. ഇതിന്റെ ഫോർമുല ഇങ്ങനെയല്ല. സ്കാൻഡിയം പ്ലസിന്റെ ഫോർമുല എന്ന് പറയുന്നത് 4s ൽ നിന്നാണ് ഒരു ഇലക്ട്രോൺ പോകേണ്ടത്. 4s1 3d1. കിട്ടിയോ? മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വനേഡിയം 2+ എന്ന് പറയുന്നയാളെ എടുക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ പറഞ്ഞോ. സ്കൂൾ ടൈമിൽ വിക്രമന്റെ വി അല്ലേ? സ്കാൻഡിയം ടൈറ്റാനിയം വനേഡിയം അല്ലേ? സ്കാൻഡിയം തുടങ്ങുന്നത് 21 അല്ലേ? ടൈറ്റാനിയം 22 അല്ലേ? വനേഡിയം 23 അല്ലേ? 23. റെഡി? ഇനി അവസാനത്തെ ഷെൽ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? വീണ്ടും ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞോ? 4s ഇടണം, 3d ഇടണം, മുകളിൽ 23 എന്ന് എഴുതണം. ശരിയല്ലേ? ഇനി അതിൽ നിന്ന് 2 ഇലക്ട്രോൺ പോകണമെന്നല്ലേ? 2 ഇലക്ട്രോൺ പോയിട്ടുണ്ടെങ്കിൽ 3d നിന്ന് പോകണോ 4s നിന്ന് പോകണോ? 4s നിന്ന് പോകണം. എന്തുകൊണ്ട് 4s നിന്ന് പോകുന്നു? 4s ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ഇലക്ട്രോൺ പോകുന്നത് എവിടെ നിന്നാ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നാ. എന്റെ വനേഡിയം 2+ എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും. 4s0 3d3. Got the idea? Simple, clear. Any doubts? ഇല്ല. സച്ചിൻ, ready? Can I move forward? ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? അതോ നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയണോ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അപ്പൊ മനസ്സിലാവുന്നെങ്കിൽ ഉണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൂടെ ചോദിക്കൂലേ? ചോദിക്കുന്നു പറയണു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് പോയിക്കോട്ടെ. ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ.
പാത്തിലോട്ട് എത്തട്ടെ, കുറച്ചും കൂടെ ഒന്ന് കഴിയട്ടെ. മനസ്സിലായോ? വൃത്തിക്ക് മനസ്സിലായി? ഇവിടെ ഞാൻ എന്തെങ്കിലും തെറ്റ് എഴുതി വെച്ചിട്ടുണ്ടോ? ഇതിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് എഴുതി വെച്ചിട്ടുണ്ടോ? ദേവിയുടെ നോട്ടം ശരിയാണ്, ഈ ഭാഗത്ത് എന്താണ് തെറ്റ്? എക്സാക്ട്ലി, ഈ 2+ ഇവിടെ വേണം. 2+ ഇത് കഴിഞ്ഞിട്ടല്ലേ വേണ്ടേ? 2 ഇലക്ട്രോൺ പോയതിനു ശേഷം 2+ ആവുക. ഓക്കെ, മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകാം മക്കളെ. നിങ്ങളുടെ മുന്നിൽ ഞാൻ കോപ്പർ 2+ കൂടെ പറഞ്ഞിട്ട് നിർത്താം. കോപ്പർ എന്ന് പറയുന്നത് പറഞ്ഞോ, സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന, അല്ലെ? എന്ന് വെച്ചാൽ ആകെ 10 എലമെന്റ് ഉള്ളത്. ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് സ്കാൻഡിയം ടു സിങ്ക്. സിങ്കിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? കേൾക്കുന്നില്ല? 30. അപ്പൊ 9ാമത്തെ 29 അല്ലേ? 29 അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 29 അല്ലേ? 29 എങ്കിൽ നിങ്ങൾ എഴുതണം 4s2 3d9. ശരിയല്ലേ? അങ്ങനെയാണോ? ഞാൻ എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ പറഞ്ഞില്ലേ? ക്രോമിയം 24 4s1 3d5 എന്നല്ലേ പറഞ്ഞത്? കോപ്പറിന്റെ 29 ആണെങ്കിൽ 4s2 3d9 ആണോ? ഞാൻ അവിടെ തന്നെ നമ്മൾക്ക് തെറ്റി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ എടുത്തത്. 4s1 3d10. ശരിയല്ലേ? ഇനി ഇതിൽ നിന്ന് 2 ഇലക്ട്രോൺ പോകണ്ടേ? ഒന്നാമത്തെ ഇലക്ട്രോൺ 3d10 നിന്ന് പോകൂലേ? 3d10 നിന്ന് പോകുമോ? 3d10 നിന്ന് പോകുമോ? ഏറ്റവും അകലെ ഇരിക്കുന്നത്, ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന 4s അല്ലേ? 4s നിന്ന് പോകൂലേ? 4s 0 ആകും. അപ്പൊ ഈ 1 ഇലക്ട്രോൺ പോയുള്ളൂ. ഇനിയും 1 ഇലക്ട്രോൺ പോകേണ്ടേ? ഇനി 1 ഇലക്ട്രോൺ പോകേണ്ടത് 3d10 നിന്ന് 1 ഇലക്ട്രോൺ പോകും 3d9. You got the idea? Hey, you got the idea? Clear. No doubt. The problem is that ഇനി ഞാൻ സിങ്ക് കൂടെ എടുക്കാം. 30 4s3 3d0. റൈറ്റ് ആണോ? 4s3 3d0 ആണോ? ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞതല്ലേ? എങ്ങനെയാണ് വേണ്ടത്? 4s2 പറഞ്ഞോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിങ്ക് 2+ ഞാൻ എടുക്കുകയാണ്. സിങ്ക് 2+ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 ഇലക്ട്രോൺ പോകേണ്ടേ? 3d10 നിന്നും പോകേണ്ടേ? 3d10 നിന്ന് പോകണോ? വേണ്ട, 4s നിന്നാണ് പോകേണ്ടത്. 4s 0 3d10. റെഡി? കാര്യം മനസ്സിലായിട്ടുണ്ടോ മക്കളെ? നിങ്ങളുടെ മുന്നിൽ കാണിക്കാനുള്ളത് എല്ലാതും വനേഡിയം 2+ ആയപ്പോ ഈ 3d ഷെൽ നിറഞ്ഞിരിക്കുന്നുണ്ടോ? 3d ഷെൽ നിറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ 3d10 ആയി കിടക്കുക എന്നാണ്. 3d10 ആയിട്ട് കിടക്കുന്നുണ്ടോ? ഇല്ല. 3d10 ആയിട്ട് കിടക്കുന്നുണ്ടോ? ഇല്ല. 3d10 ആയിട്ട് കിടക്കുന്നുണ്ടോ? ഇല്ല. 3d10 ആയിട്ട് കിടക്കുന്നുണ്ടോ? ഇല്ല. ഇനി 3d10 ആയിട്ട് കിടക്കുന്നുണ്ടോ? ഉണ്ട്, അല്ലേ? 3d10. പക്ഷെ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിലോ 3d10 ആയിട്ട് കിടക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇതിന്റെ നോർമൽ സ്റ്റേറ്റിലും അതിന്റെ ഒരു ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലും 3d10 തന്നെയാണ്. ശരിയല്ലേ? അതുകൊണ്ട് മക്കളെ, ഇവനെ നമുക്ക് ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. കാര്യം മനസ്സിലായിട്ടുണ്ടോ? വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ടോ? സാധാരണയായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞു തരട്ടെ. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കല്, കോപ്പർ, ഇവരെ മൊത്തം എനിക്ക് എന്ത് വിളിക്കാം? ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കാം. പക്ഷേ എന്റെ സിങ്കിനെ എനിക്ക് ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താ? എന്റെ സിങ്കിന്റെ നോർമൽ സ്റ്റേറ്റിലും ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലും രണ്ടിടത്തും ഡീസെപ്ഷനില് മനസ്സിലായോ? അതുകൊണ്ട് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസില് ഈ പറയുന്ന ട്രാൻസിഷൻ അല്ലാത്തയാൾ ആരാന്ന് ചോദിച്ചാൽ സിങ്ക് ആണ്. മനസ്സിലായിട്ടുണ്ടോ? Why zinc is not a transition? Sachin മനസ്സിലായോ? All is ready? Clear? No doubt. അപ്പോൾ ട്രാൻസിഷൻ എലമെന്റ് മക്കളെ, നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളുടെ ഈ പറയുന്നയാളല്ലേ മക്കളെ, ഇങ്ങോട്ട് നോക്കൂ. ഏത് ഗ്രൂപ്പ് മുതലാണ് നമ്മളുടെ ട്രാൻസിഷൻ ഡി ബ്ലോക്ക് എലമെന്റ്സ് തുടങ്ങുന്നത്?
ഗ്രൂപ്പ് 3 മുതലാണ്. ഗ്രൂപ്പ് 3 4 5 6 7 8 9 10 11 12. റെഡിയല്ലേ? പറയടോ, റെഡിയല്ലേ മക്കളെ? അപ്പൊ ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെ? ഒന്നും പറടാ. ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെ? ഗ്രൂപ്പ് 3 ടു പറയടോ. അപ്പൊ നമ്മളുടെ ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പ് 3 ടു. ഓക്കെ, ക്ലിയർ ആണ്? ഡൗട്ട് ഒന്നുമില്ല. എന്നാൽ ട്രാൻസിഷൻ എലിമെന്റ് എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെ? ട്രാൻസിഷൻ എലിമെന്റ്. Exactly, that's the correct. Group 3 to കാരണം 12-ലല്ലേ നമ്മുടെ സിങ്ക് കിടക്കുന്നത്. ആ സിങ്കിനെ എനിക്ക് ട്രാൻസിഷൻ എന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പൊ ട്രാൻസിഷൻ അല്ലാത്തത് സിങ്കും അതിന്റെ താഴെയുള്ള ആൾക്കാരാണ്. സിങ്ക്, കാഡ്മിയം, ഹൈഡ്രാക്സിറം, ഇത് മൂന്നും ട്രാൻസിഷൻ എലമെന്റ്സ് അല്ല. സത്യം. ക്ലിയർ ആണോ? കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? Clear? No doubts. Clear? ക്ലാസ് എങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അവിടെ മുന്നോട്ട് പോകാം. ഓക്കെ. ഞാൻ തുടങ്ങിക്കോട്ടെ. മക്കളെ, ഗ്രൂപ്പ് 3 അല്ലേ? ഗ്രൂപ്പ് 3-ലുള്ള ഒരു എലമെന്റിന്റെ പേര് പറയോ? സ്കാൻഡിയം. ശരിയല്ലേ? ഗ്രൂപ്പ് 3 മുതലല്ലേ തുടങ്ങിയത്? മക്കളെ, ഗ്രൂപ്പ് 3-ല് യഥാർത്ഥത്തിൽ 4 പേരുണ്ട്. മനസ്സിലായോ? സ്കാൻഡിയത്തിൻ്റെതായ ഇട്രിയം ഉണ്ട്, ഇട്രിയത്തിൻ്റെതായ ലന്താനം ഉണ്ട്, ലന്താനത്തിൻ്റെതായ അക്ടീനിയം ഉണ്ട്. അതുകൊണ്ട് ഗ്രൂപ്പ് 3-നെ നമ്മൾ സ്കൈലാക്ക് എന്നാ വിളിക്കുക. മനസ്സിലായോ? സ്കൈലാക്ക്. മനസ്സിലായോ? ഒത്തിരി മനസ്സിലായോ? സ്കൈലാക്ക് എന്നാണ് വിളിക്കുക. സ്കാൻഡിയം, ഇട്രിയം, ലന്താനം, ആക്ടീനിയം. ഓക്കെ. ആൻഡ് ഗ്രൂപ്പ് 4 എന്ന് പറയുന്നത് എവിടെ മുതലാണ് തുടങ്ങുന്നത് പറഞ്ഞോ? സ്കാൻഡിയം കഴിഞ്ഞ ടൈറ്റാനിയം അല്ലേ? ടൈറ്റാനിയം കഴിഞ്ഞാൽ സിർക്കോണിയം ആണ്. സിർക്കോണിയം കഴിഞ്ഞാൽ ഹാഫ്നിയം ആണ്. ഹാഫ്നിയം കഴിഞ്ഞാൽ ഇവിടെ ലോറൻസ്, അതിന്റെ പകരം എക്സ് എന്ന് പഠിച്ചു. എക്സ് റൈറ്റ് നൗ എക്സ് എന്ന് കൊടുക്കുന്നുണ്ടാ. ഞങ്ങൾക്ക് പിന്നീട് അറിയാം അതാരം. ടൈറ്റാനിയം, സിർക്കോണിയം, ഹാഫ്നിയം. മക്കളെ, ഞാൻ പറഞ്ഞു തുടങ്ങിക്കോട്ടെ. വൃത്തിക്ക് മനസ്സിലാവുണ്ടല്ലോ മക്കളെ? അടുത്ത 5 മിനിറ്റ് നോട്ടൊക്കെ കൂട്ടിക്കേ. അടുത്ത 5 മിനിറ്റ് ശ്രദ്ധിച്ചിരിക്കണേ. നീറ്റ്, JEE, മൂന്നിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഞാൻ തുടങ്ങുകയാണ്. വളരെ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിലും അടുത്ത 5 മിനിറ്റ് പക്ക ശ്രദ്ധിച്ചിരുന്നു. ഞാൻ 5 മിനിറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് പറഞ്ഞു പോവാണ്. ആ 5 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ 5 പേര് എനിക്കത് തിരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മനസ്സിലായോ? 5 പേര് ഈച്ച് ആൻഡ് എവ്രി ആണെന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. മനസ്സിലായോ? അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് മക്കളെ. ഞാൻ ഉദ്ദേശം പഠിക്കണം എന്നുള്ളതല്ലേ. അപ്പൊ ഞാൻ അതിനു വേണ്ടി നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചോട്ടെ. ബുദ്ധിമുട്ടില്ലല്ലോ. നിങ്ങൾക്ക് കഴിയാവുന്ന മലയാളത്തിനോ ഇംഗ്ലീഷിലോ ഇനി വേറെ ഭാഷ ഉണ്ടെങ്കിൽ അതിലോ പറഞ്ഞു ഒരു കുഴപ്പമില്ല. ഓക്കെ മക്കളെ, ദിസ് ഈസ് 21 ആൻഡ് ദിസ് ഈസ് 22. ശരി, 21-ലോട്ട് 18 കൂട്ടിയാൽ ദിസ് ഈസ് 39.
39 തൊട്ട് അടുത്ത 18 കൂട്ടിയാൽ ദിസ് ഈസ് 57. മനസ്സിലായോ? ആൻഡ് അതിലോട്ട് ഏകദേശം വീണ്ടും നമ്മൾ എന്ത് കൊടുക്കണം? ഒരു 32 കൂട്ടണം. 57 32 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 89. മക്കളെ ഇത് 39 ആണെന്നുണ്ടെങ്കിൽ ഇത് 40 അല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് 57 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 58 അല്ലേ? ഇത് 89 കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് 90 അല്ലേ? നിങ്ങളുടെ മുന്നിൽ ഞാൻ വരച്ചു തീർത്തത് നമ്മളുടെ നോർമൽ പീരിയോഡിക് ടേബിളാ. പക്ഷെ മക്കളെ അതിലൊരു തെറ്റുണ്ട്. ആ തെറ്റിലോട്ടാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പീരിയോഡിക് ടേബിൾ ഉണ്ടല്ലോ, നിങ്ങളുടെ പീരിയോഡിക് ടേബിൾ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 57 കഴിഞ്ഞാൽ 58 അല്ല. നിങ്ങൾ ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ പീരിയോഡിക് ടേബിൾ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തോ. 57 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് 72 ആണ്. അതേപോലെ തന്നെ 89 കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് 104 ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ അറ്റോമിക് നമ്പർ അല്ലേ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കുന്നത്? പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ കൂടുന്ന ഓർഡറിലല്ലേ? 21 കഴിഞ്ഞാൽ 22 അല്ലേ? 22 കഴിഞ്ഞാൽ 23 വനേഡിയം അല്ലേ? 24 ക്രോമിയം അല്ലേ? 25 മാംഗനീസ് അല്ലേ? പക്ഷേ നിങ്ങൾക്ക് ഇവിടെയും കാണാം അതേപോലെ 39 കഴിഞ്ഞാൽ 40 ആണ്, 40 കഴിഞ്ഞാൽ 41 ആണ്, 42 ആണ്. പക്ഷെ നിങ്ങൾ നോക്കണേ, അവസാനത്തെ 2 പീരിയഡുകൾക്ക് മാത്രം ലന്താനം 57 ശേഷം ഹാഫ്നിയം 72 ആണ് വന്നത്. അതേപോലെ ആക്ടീനിയം 89 ശേഷം നിങ്ങളുടെ അടുത്ത ആറ്റം 104 ആണ് വന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ കൊണ്ട് നോക്കൂ, 57 72 ഇടയിൽ എത്ര എലമെന്റുകൾ ഉണ്ട്? 58 59 60 61 62 63 64 65 66 67 68 69 70 71 എന്ന് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 14 എലമെന്റ്സ് മിസ്സിംഗ് അല്ലേ? 89 104 ഇടയിൽ വീണ്ടും 14 എലമെന്റ്സ് മിസ്സിംഗ് അല്ലേ? മക്കളെ പീരിയോഡിക് ടേബിളിന് ആദ്യമായിട്ട് തെറ്റ് പറ്റിയില്ലേ? ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ അറ്റോമിക് നമ്പറിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടല്ല ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ തെറ്റിയില്ലേ? അറ്റോമിക് നമ്പർ കൂടുന്ന ഓർഡറിലാണ് അനഘ വെച്ചിട്ടുള്ളത്. ഇവിടെ ബ്രേക്ക് വന്നില്ലേ? 14 എലമെന്റ്സിന് തെറ്റിയില്ലേ? മക്കളെ ഇത് മനഃപൂർവ്വം ചെയ്തതാ. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയട്ടെ. മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കണേ. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 21 അല്ലേ? 21 നമുക്ക് എഴുതാലോ. എന്തെഴുതാം? 4s1 3d1 എന്ന് എഴുതി, സോറി 4s2 3d1 എന്ന് എഴുതിക്കൂടെ? പറയടാ, ഒന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇട്രിയം 39 എങ്ങനെ എഴുതാം പറഞ്ഞോ? ഇട്രിയം 39 എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ കൂടി കൂടൂലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. 4s2 3d1 ആണെങ്കിൽ അതെന്തായിട്ട് മാറും? താഴേക്ക് ഒരു ലിമിറ്റ് കൂടുമ്പോ 5s2 40 ആണ്. അപ്പൊ നമുക്ക് ക്ലാസിഫിക്കേഷൻ തന്നെ എലമെന്റ് എടുക്കാനാണ് ഞാൻ അപ്പോൾ പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 57 ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞോ വീണ്ടും ഒരു ഓർഡർ കൂടൂലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോ എന്താകും? 6s2 ശരിയല്ലേ? കാര്യം മനസ്സിലായില്ലേ മക്കളെ? ഇതിലൊക്കെ അവസാനത്തെ ഇലക്ട്രോൺ വരുന്നത് എങ്ങോട്ടാ? 3d 4d 5d. That's why they are called d block elements. കിട്ടിയോ? d block elements എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്താ? their last electron must enter into d subshell. ഇവരിലൊക്കെ ലാസ്റ്റ് ഇലക്ട്രോൺ എങ്ങോട്ടാ പോകുന്നത്? d ലോട്ടാണ് പോകുന്നത്. That's why the scandium is a d block element. നിങ്ങളോട് ചോദിക്കണം, why yttrium is a d block element? Yttrium is a d block element due to the last electron goes into d block. മനസ്സിലായിട്ടുണ്ടോ? വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ടോ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ മക്കളെ? ലന്താനം കഴിഞ്ഞതിന് ശേഷം എന്റെ ഹാഫ്നിയത്തിന്റെ മുൻപ് മക്കളെ 58 എന്ന് പറയുന്ന അറ്റോമിക് നമ്പറിൽ ഒരു സീറിയം ഉണ്ട്. ആ സീറിയം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നിന്ന് പറിച്ചൊഴിവാക്കിയില്ലേ? ആ സീറിയത്തിന്റെ പ്രത്യേകത ഞാൻ പറയണോ? 6s2 അടുത്തത് 57 ആണെങ്കിൽ 58 ആകുമ്പോ അടുത്ത ഡിയിൽ ഒരു ഇലക്ട്രോൺ കൂടി വരൂലേ? 5d2 ആവൂലേ? പക്ഷെ നടക്കുന്നില്ല മക്കളെ. 5d1 തന്നെയാണ്. പകരം അടുത്ത ഇലക്ട്രോൺ വരുന്നത് എവിടെയാണ്? 4f1ലാണ്. മക്കളെ എന്തുകൊണ്ടാണ് എന്റെ സീറിയം അടക്കമുള്ള 14 എണ്ണത്തിന് എവിടെ നിന്ന് മാറ്റിയത് എന്നറിയോ? Because their last electron enters into f subshell, so they are not d block elements, they are f block elements.
അതുകൊണ്ടാണ് ഈ 14 ഇവിടെയുള്ള 14 മുറിച്ചിട്ട് പീരിയോഡിക് ടേബിളിന്റെ താഴെ 2 ബ്ലോക്ക് കണ്ടിട്ടുണ്ടോ, അങ്ങോട്ട് മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ടോട്ടൽ നമ്പർ ഓഫ് എഫ് ബ്ലോക്ക് എലിമെന്റ്സ് എത്ര? 14. 14 പ്ലസ് 14 28. 14 ഞങ്ങൾ മുറിച്ചെടുത്തില്ലേ? കാര്യം മനസ്സിലായിട്ടുണ്ടോ മക്കളെ? ഈ ഫോറസ്റ്റിൽ ഇലക്ട്രോൺ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട്. ഹെൻറി മോസി അതിബുദ്ധിമാനാണ്. മനഃപൂർവ്വം ഇവിടെ നിന്ന് 14 ഇവിടെ നിന്ന് 14 മുറിച്ചെടുത്തതാണ്. എന്തുകൊണ്ടാണ് 14 മുറിച്ചെടുത്തത്? മുറിച്ചെടുത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ, കാരണം ലാസ്റ്റ് ഇലക്ട്രോൺ enters into F subshell. അതുകൊണ്ട് they are F block elements. D block elementsന്റെ ഇടയിൽ കലർത്തി വെക്കാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അവന് ഞാൻ പുറത്തെടുത്ത് കളഞ്ഞത്. Got the idea? You got the idea? Clear cut without any doubt. മനസ്സിലായി? ഞാൻ പറയട്ടെ, എന്താ എഫ്രോട് പോയാല് എന്താ അടുത്ത പ്രസിയോഡിക്കുക എന്ന് പറയുന്നത്? PR 59 ആണ്. അതിൻ്റെ 6s2 5d1 4f2 ആണ്. വീണ്ടും എഫിലല്ലേ വന്നത്? അപ്പൊ എഫില് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. നിങ്ങളുടെ മുന്നിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ മക്കളെ, wait. Do you know what is screening effect? Do you know what is screening effect? Screening effect. എന്നില്ല അവനെന്തെങ്കിലും പറയാൻ. ഓക്കെ, ഞാൻ എന്താണ് സ്ക്രീൻ ചെയ്യാൻ പറ്റുക? ചെയ്യാനുള്ള കഴിവാണോ? അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല എന്നൊന്ന് ഉച്ചത്തിൽ പറയില്ലേ? അത്രയേ ആവശ്യമില്ല. സ്ക്രീനിങ് എഫക്ട് മീൻസ് പുറത്തോട്ട് തള്ളാനുള്ള കഴിവ്. പുറത്തോട്ട് തള്ളാനുള്ള കഴിവ്, പുറത്തോട്ട് ചവിട്ടി തെറിപ്പിക്കാനുള്ള കഴിവ്. ഇത് ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണെന്നറിയോ? എസ് സബ്ഷനുകൾക്കാണ്. അത് കഴിഞ്ഞ് പി, അത് കഴിഞ്ഞ് ഡി, അത് കഴിഞ്ഞ് എഫ്. ിയോ മക്കളെ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സ്ക്രീനിങ് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് പറഞ്ഞോ? സ്ക്രീനിങ് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് പറഞ്ഞോ? സ്ക്രീനിങ് എഫക്ട് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് തള്ളാനുള്ള കഴിവാണ്. പുറത്തോട്ട് തള്ളാനുള്ള കഴിവ് ഏറ്റവും കൂടുതലാക്കുക. ഇതിന്റെ ചോദ്യം മക്കളെ, ഈ ഓർഡർ ചോദിച്ചിട്ട് സ്ക്രീനിങ് എഫക്ട് 2018 ഇതിന്റെ ചോദ്യം ഞാൻ പറയുന്നത് നിങ്ങൾ വൃത്തിക്ക് ശ്രദ്ധിച്ചിരിക്കണം. ഏറ്റവും കൂടുതൽ ആർക്ക എസിനാണ്, പിന്നെ ആർക്ക പിക്കാണ്, അത് കഴിഞ്ഞിട്ട് ആർക്ക ഡിക്കാണ്, അത് കഴിഞ്ഞിട്ട് ആർക്ക എഫിനാണ്. എഫിന് ഇല്ല എന്ന് പറയാം. എഫിന്റെ സ്ക്രീനിങ് എഫക്ട് 0 എന്ന് വെച്ചാൽ പുറത്തോട്ട് തള്ളാനുള്ള കഴിവില്ല എന്നല്ല പറയടോ, അല്ലേ? ഈ എഫിന് പുറത്തോട്ട് തള്ളാനുള്ള കഴിവില്ല എന്നല്ലായിരിക്കും. പുറത്തോട്ട് തള്ളാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞാൽ ഇത് ഈ ഡിയുടെ ഒപ്പം ഇങ്ങനെ കൂടി നിൽക്കുന്നു എന്നല്ല അർത്ഥം. ഡി ഇത് പൊന്തി നിൽക്കുന്നതുകൊണ്ട് ബോഡിലോട്ട് കാണാതിരിക്കും. ഓക്കെ, നോക്കൂ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഇതേപോലെ തിരിച്ചു പറഞ്ഞു തരണം കേട്ടോ. എഫിൽ ഇലക്ട്രോൺ വരുന്നു. എഫിലുള്ള ഇലക്ട്രോൺ സ്ക്രീനിങ് എഫക്ട് കുറവാണ്. ഇല്ലല്ലേ? സ്ക്രീനിങ് എഫക്ട് കുറവാണ് പറഞ്ഞാൽ പുറത്തോട്ട് ചവിട്ടാനുള്ള കഴിവില്ല. എന്ന് വെച്ചാൽ ഈ 4Fന് പുറത്തോട്ട് ചവിട്ടാനുള്ള കഴിവില്ല. അതുകൊണ്ട് ഇത് ഡിന്റെ കൂടെ നിൽക്കും. ഡിന്റെ കൂടെ നിൽക്കുമ്പോഴോ ഇത്രയും ഗ്യാപ്പിൽ നിൽക്കുന്ന എടുത്ത് ഇങ്ങോട്ട് വന്നില്ലേ? അപ്പൊ ഇവിടെയുള്ള ന്യൂക്ലിയസ് ഇവനെ അട്രാക്ട് ചെയ്യും. എല്ലാ ആറ്റത്തിനും അതിന്റെ ഏറ്റവും അടുപ്പിച്ചെടുത്തുണ്ട് ന്യൂക്ലിയസ് ഇല്ലേ? സെൻട്രൽ ന്യൂക്ലിയസ് ഇല്ലേ?
ആ ന്യൂക്ലിയസ് ക്ലോറോഫിനെ അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് ക്ലോറോഫിന്റെ സൈസ് കുറയും. ലന്താനത്തിന് ഇത്രയും സൈസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന സീറിയത്തിന് ഇത്ര സൈസ് ഉണ്ടാവുള്ളൂ. അതിന്റെ കാരണം എന്താ? ക്ലോറോഫിൽ ഇലക്ട്രോൺ വന്നു. ഡിയിൽ ഇലക്ട്രോൺ വരണമെങ്കിൽ കുഴപ്പമില്ലായിരുന്നോ? ഡിക്ക് തള്ളാനുള്ള വഴിയുണ്ട്, അതുകൊണ്ട് പുറത്തേക്ക് പോയി വലിയ വലിപ്പാവുമായിരുന്നു. പക്ഷെ ക്ലോറോഫിൽ ഇലക്ട്രോൺ വന്നു, ക്ലോറോഫിന് പുറത്തോട്ട് തള്ളാനുള്ള വഴിയില്ല, ക്ലോറോഫിൽ ന്യൂക്ലിയസിന്റെ അടുത്തോട്ട് വരും. അപ്പൊ ആറ്റത്തിന്റെ സൈസ്. ഇനി പി ആർ എന്ന് പറയുന്ന ആറ്റത്തിന് ഞാൻ എടുത്തു, അവിടെ ക്ലോറോഫിൽ രണ്ടാമത് വീണ്ടും ഇലക്ട്രോൺ വന്നു, അപ്പൊ വീണ്ടും അടുത്തോട്ട് വന്നു, അപ്പൊ വീണ്ടും സൈസ് കുറയും. കാര്യം മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഇത് എവിടെ മുതലാണ് തുടങ്ങുന്നത്? സീറിയം മുതലല്ലേ തുടങ്ങുന്നത്? ഇത് എവിടെ വരെ തുടരും? ഈ ഹാഫ്നിയത്തിന്റെ തൊട്ട് മുന്നിലുള്ളയാൾ വരെ തുടരും. കാരണം 71 വരെ എഫ് ബ്ലോക്ക് എലമെന്റ് അല്ലേ? 57 72 ഇടയിലുള്ള 14 എലമെന്റ് അല്ലേ ആയത്? അപ്പൊ എവിടെ മുതൽ ഏത് വരെയാണ് എഫ് ബ്ലോക്ക് എലമെന്റ്? പറഞ്ഞോളൂ. എഫ് ബ്ലോക്ക് എലമെന്റ് എവിടെ മുതൽ ഏത് വരെയാണ്? 58 to 71 അല്ലേ? അല്ലേ? എന്ന് വെച്ചാൽ 58 വരുന്നത് സീറിയത്തിനും 71 വരുന്നത് ലുട്ടീഷ്യത്തിനും. അപ്പൊ സീറിയത്തിനും ലുട്ടീഷ്യത്തിനും ഇടയിലുള്ള 14 എലമെന്റുകളിൽ എഫ് ഇലക്ട്രോൺ വരുന്നത് കൊണ്ട് അവരുടെ സ്ക്രീനിങ് എഫക്ട് കുറയുന്നു. സ്ക്രീനിങ് എഫക്ട് കുറഞ്ഞത് കാരണം സൈസ് കുറഞ്ഞു വരുന്നു. കിട്ടിയോ? എന്തുകൊണ്ടാണ് സൈസ് കുറഞ്ഞത് എന്നുള്ളതിന്റെ കാരണം ഞാനൊന്ന് പറയട്ടെ. ശരിയാണോ നോക്കുവോ? സാധാരണയായി ഇലക്ട്രോൺ വരേണ്ടത് 5D അടുത്തതും ഇലക്ട്രോൺ 5D വരേണ്ടത്. പക്ഷേ 5D ഇലക്ട്രോൺ വരുന്നതിന് മുൻപ് ആ ഇലക്ട്രോൺ 4f കയറി. അതാണ് കാരണം. 4f കയറിയതുകൊണ്ടല്ലേ സ്ക്രീനിങ് എഫക്ട് കുറഞ്ഞത്, അതുകൊണ്ടല്ലേ അടുത്ത് വന്നത്, അതുകൊണ്ടല്ലേ ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞത്. സോ ബിഫോർ ഫില്ലിംഗ് 5D ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നതിന് മുൻപ് we fill electron in the 4f. That's why size decreases. മക്കളെ, ഈ 14 എലമെന്റ് ലന്താനത്തിന് ശേഷമല്ലേ? ലന്താനത്തിന് ശേഷമുള്ള 14 എലമെന്റുകളല്ലേ? അതിലെ 58 മുതൽ 71 വരെയുള്ളത്. And you know the elements after lanthanum is known as lanthanoids. എന്താ വിളിക്കുക? Lanthanoids. കാര്യം മനസ്സിലായോ? സൈസ് പറയുന്നത് മൊത്തം ഈ ലാന്തനോയിഡ്സുകൾക്കല്ലേ? കിട്ടിയോ? സൈസ് കുറയുന്നത് മൊത്തം ലാന്തനോയിഡുകൾക്കല്ലേ? ലാന്തനോയിഡുകളുടെ സൈസ് കുറയുന്നതിനെ കെമിസ്ട്രിയിൽ വളരെ പ്രൗഡ് ആയിട്ട് നമ്മൾ ഒരു പേര് വിളിക്കും മക്കളെ. That is what is called lanthanoid contraction. കാര്യം മനസ്സിലായിട്ടുണ്ടോ? ലാന്തനോയിഡുകളുടെ സൈസ് കുറഞ്ഞു വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ നടന്നത്? 5D വരേണ്ട ഇലക്ട്രോൺ 4f വന്നു. 4f ഇലക്ട്രോൺ വന്നത് കൊണ്ട് സ്ക്രീനിങ് എഫക്ട് കുറഞ്ഞു, പുറത്തോട്ട് തള്ളാനുള്ള കഴിവ് കുറഞ്ഞു, ന്യൂക്ലിയസിന് അടുത്തോട്ട് വന്നു, ആറ്റത്തിന്റെ വലിച്ചുമുറുക്കുന്നതിന്റെ അളവ് കൂടി, ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വന്നു. അങ്ങനെ ആദ്യത്തെ ലാന്തനോയിഡിന് ഇത്രയും സൈസ് ഉണ്ടെങ്കിൽ കുറഞ്ഞ അവസാനത്തെ ലാന്തനോയിഡ് ഇത്രയും സൈസ് കാണും. ക്ലിയർ? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താണെന്ന് മനസ്സിലായി? അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായി? And I assure you one question from this. ഈവനെ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് ഇട്ട് തരാം. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ചോദിക്കാതെ ഇത്തവണത്തെ കീമ പോകൂല. ക്ലിയർ? നോ ഡൗട്ട്. സെറ്റാണ്. What do you mean by lanthanoid contraction? ഞാനൊന്ന് പറയട്ടെ. The gradual contraction of the size of lanthanoid elements. ലാന്തനോയിഡ് എലമെന്റുകളുടെ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരുന്നതിന് വിളിക്കുന്ന പേരാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. Why? Before filling of the 5D, we fill electrons in the 4f. That's why screening effect reduces. That's why atomic size. കാര്യം മനസ്സിലായിട്ടുണ്ടോ? വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടോ? ഇല്ല. ക്ലിയർ? അഭിനന്ദ് ക്ലിയർ? അനഘ എനിക്കൊന്ന് പറഞ്ഞു തരും.
Why they are F block elements? എന്തുകൊണ്ടാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എഫ് ബ്ലോക്ക് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താ? ആ പിന്നെ എഫ് ഫില്ലാണ് എന്ന് വെച്ചാൽ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ വരണം? സ്ക്രീനിനെ വേണ്ടിട്ട് ആർക്ക് കുറവല്ല എഫ് ബ്ലോക്കിനല്ല 4F-ന്. മനസ്സിലായോ? വൈ ലാമിനോട് കോൺട്രാക്ഷൻ എന്ന് ചോദിച്ചാൽ എന്താണ് അല്ല വൈ എന്തുകൊണ്ടാണ് ലാമിനോട് കോൺട്രാക്ഷൻ? വൈ ലാമിനോട് കോൺട്രാക്ഷൻ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഇലക്ട്രോൺ വരേണ്ടത് 5D-യിലല്ലേ? 5Dക്ക് മുന്നേ 4F-ൽ ഇലക്ട്രോൺ വന്നു. അതുകൊണ്ടാണ് മനസ്സിലായോ? ഇലക്ട്രോൺ 5Dക്ക് പോവാതെ 4F-ൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇത്. എനിക്ക് പ്രത്യേകിച്ച് ക്ലാസ് മനസ്സിലാവുന്നില്ല. ഉറപ്പാണ് മനസ്സിലായോ? മക്കളെ ലാംബ്ഡയോട് കോൺട്രാക്ഷൻ കാരണം ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് സോറി സെക്കൻഡ് ആൻഡ് തേർഡ് ഇത് മനസ്സിലായി സാധനം ഒരു നോക്കിൽ എഴുതുന്നുണ്ടോ? ഒരു മിനിറ്റിൽ വേഗം ഇരിക്കും. നിങ്ങൾക്ക് മനസ്സിലായതാണ് എഴുതുന്നത്. സെറ്റപ്പ് നോട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായതാണ് ഇപ്പൊ എഴുതുന്നത്. ലാംബ്ഡയോട് കോൺട്രാക്ഷൻ എന്താണ്, അതിന്റെ കാരണം എന്താണ്, ഏത് അറ്റോമിക് നമ്പർ മുതൽ ഏത് അറ്റോമിക് നമ്പർ വരെയാണ് ലാംബ്ഡയോട്സ്? 58 മുതൽ 71 വരെ. 58 ആര സീറിയമാണ്, 71 ആര ലുട്ടീഷ്യം. നിങ്ങൾക്ക് ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ? ബ്രേക്ക് പറഞ്ഞിട്ടില്ലല്ലോ സച്ചിൻ? സാധാരണ ട്യൂഷനിൽ തരാറിടയ്ക്ക് ഞാൻ ട്രാൻസ്ഫർ ഇല്ല. നിങ്ങൾക്ക് എനിക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ എന്റെ ക്ലാസ്സിൽ. നിങ്ങൾക്ക് ഇരിക്കുന്നത് കൊണ്ട് വന്നിരുന്നയാൾ അവർക്ക് പുറത്ത് ഇറങ്ങണം. ഇന്നത്തെ ഈ 3 മണിക്കൂർ നിങ്ങൾ ഇരുന്നത് കൊണ്ട് നിങ്ങൾക്ക് പോണം ഇന്ന് കുറച്ച് അധികം വിവരിക്കും. എന്നുവെച്ചാൽ 9 മണിക്ക് നിങ്ങൾ വന്നിരിക്കുന്നവരാവരുത്, 12 മണിക്ക് ഇല്ലാതെ. എന്തെങ്കിലും അധികം വിവരം ഉണ്ട് നിങ്ങൾക്ക് തന്നെ തോന്നണം. അത്രേ എന്റെ ആവശ്യം. തോന്നുന്നില്ലേ? എന്തെങ്കിലും അധികമായിട്ട് കിട്ടുന്നെങ്കിൽ പറയാം. മനസ്സിലാവുന്നില്ലേ? ഞാൻ ഇതേ പോക്ക് പോയിക്കോട്ടെ. എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഫ്രീ ടോക്കുകളൊക്കെ സംസാരിക്കണം, എന്റെ ജീവിതകഥ പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് പറയാം കേട്ടോ. പക്ഷേ ഇന്ന് ഇത് വലിയൊരു ചാപ്റ്ററാണ്. ഞാൻ ആദ്യം തന്നെ വലിയൊരു ചാപ്റ്റർ വേണം എടുക്കാം കേട്ടോ. റെഡിയല്ലേ? 20 ദിവസം പഠിക്കാൻ റെഡിയല്ലേ? ഞാൻ ബ്രേക്ക് തരാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തിരഞ്ഞെടുക്കുന്നില്ലല്ലോ. പറയട്ടെ, ഞാൻ തുടങ്ങട്ടെ? എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതി വെച്ചിട്ടുണ്ടോ?
തുടങ്ങണ്ടേ ഞാൻ? മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. ഈ പറയുന്ന ലന്താനത്തിന്റെ സോറി, ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോ സൈസ് കൂടുക കുറയോ? ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോ സൈസ് കൂടുക കുറയും? കൂടും. പീരീഡിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും പറയും. ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഗ്രൂപ്പിന്റെ ആദ്യ അക്ഷരം എന്താ? ഗ്രൂപ്പിന്റെ ആദ്യ അക്ഷരം എന്താ? സൈസ് കൂടുക കുറയും. പീരീഡിന്റെ ആദ്യ അക്ഷരം എന്താ? സൈസ് കുറഞ്ഞു. ഗ്രൂപ്പിലാണ്. അല്ല, ഇതുകൊണ്ടാണോ സൈസ് കൂടുന്നത്? ഇങ്ങനെ ഇട്ടത് കൊണ്ടാണോ സൈസ്? ഓക്കെ. ഗ്രൂപ്പിൽ ഞാൻ ഓർത്തോക്കാനുള്ള ഐഡിയ പറഞ്ഞു, അല്ലാതെ അതിനകത്ത് എങ്ങനെ കൊണ്ടുപോയി തള്ളുവോ? ചീക്കൽ ഷേപ്പ് എങ്ങനെയാണ് അതുകൊണ്ട് സൈസ് കേട്ടോ, ഞാൻ ചെയ്യരുത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ എന്ന് പറയുന്നത് താഴോട്ട് വരുന്നതോറും സൈസ് കൂടും. പീരീഡിൽ എവിടെ നിന്നോ അങ്ങോട്ട് പോകുന്നതോറും സൈസ് കുറയും. റെഡി? സിമ്പിൾ അല്ലേ? പറയൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും സൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റാനിയത്തിന് ഇത്ര സൈസ് അല്ലേ? വനേഡിയത്തിന് വീണ്ടും കൂടി. ടൈറ്റാനിയം കഴിഞ്ഞ് താഴേക്ക് സിർക്കോണിയത്തിന് സൈസ് കൂടണ്ടേ? ആഫ്നിയത്തിന് വീണ്ടും കൂടണ്ടേ? അതേപോലെ തന്നെ ഈ എക്സ് എന്ന് പറയുന്ന ഓറഞ്ച് ഉണ്ടോ നിങ്ങളെ പഠിപ്പിക്കാത്ത അതിന് വീണ്ടും സൈസ് കൂടണ്ടേ? കൂടണ്ടേ? താഴോട്ട് വരുന്നതോറും സൈസ് കൂടണ്ടോ? പക്ഷെ തെറ്റുണ്ട്, കൂടുന്നില്ല. എന്താ കാരണം എന്നുള്ളത് ഞാൻ പറയാം മക്കളെ. ഇങ്ങോട്ട് നോക്കൂ. നമ്മുടെ ലാന്തനോയുടെ കോൺട്രാക്ഷൻ തന്നെയാണ് അതിന്റെ കാരണം. ഇങ്ങോട്ട് നോക്കൂ. ഇവിടെ 14 എലമെന്റ്സ് ഉണ്ടായിരുന്നു. അതിന് എഫ് കയറിയിട്ട് ഈ ഹാഫ്നിയത്തിന് തൊട്ട് മുന്നേ F14 അല്ലേ വരിക? മക്കളെ പറ, F14 അല്ലേ ഫില്ല് ചെയ്തെടുക്കണേ? അതിന് 14 ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് അത്രയും സ്ക്രീനിങ്ങിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഇത്രയും വലുപ്പല്ലേ ഉള്ളൂ ആ ആറ്റത്തിന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആപ്നിയല്ലേ? 71 വരെ എഫ് ബ്ലോക്ക് അല്ലേ? അത് കഴിഞ്ഞിട്ട് ആപ്നിയല്ലേ? അപ്പോ ഒരു ചെറിയ കൂടുതലേ കൂടുള്ളൂ അടുത്തത്. അപ്പൊ ഇത്രയും കൂടുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ 20 സൈസ് ഏകദേശം കമ്പയറബിൾ സൈസ് ആയില്ലേ? സെയിം ആയില്ലേ? മനസ്സിലായോ? അപ്പൊ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണം തേർഡ് ട്രാൻസിഷൻ സീരീസിലെ സൈസ് വളരെ കുറഞ്ഞ് അടുത്തതിലോട്ട് എത്തുമ്പോ ചെറിയൊരു കൂടുതലേ കൂടുള്ളൂ. അതുകൊണ്ട് ഇതിനെ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് എന്നല്ല വിളിക്കുക, ഇതിനെ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ് എന്നല്ല വിളിക്കുക, ഇതിനെ തേർഡ് ട്രാൻസിഷൻ സീരീസ് എന്നല്ല വിളിക്കുക. You understand that second transition series-നും third transition series-നും സൈസ് സെയിം ആകാനുള്ള കാരണം യഥാർത്ഥത്തിൽ കൂടലേ വേണ്ടത്, താഴോട്ട് സൈസ് കൂടി വരല്ലേ വേണ്ടത്. പക്ഷേ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിനും തേർഡ് ട്രാൻസിഷൻ സീരീസിനും സെയിം സൈസ് അല്ലേ? സെയിം സൈസ് ആക്കുന്നതിന്റെ കാരണം എന്താ? തേർഡ് ട്രാൻസിഷൻ സീരീസിൽ എന്ത് വർക്കൗട്ടായി? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ വർക്കൗട്ടായി. എന്റെ ലന്താനത്തിന് ശേഷം 14 എലമെന്റുകളില് 14 തവണ സ്ക്രീനിങ് എഫക്ട് പ്രസന്റ് ആയി. അതുകൊണ്ട് സൈസ് കുറഞ്ഞു. എന്റെ ലാന്തനോയിഡുകളുടെ സൈസ് വളരെ കുറഞ്ഞു. എന്നിട്ട് ആ ലാന്തനോയിഡ് കൈ ഉടനെയുള്ള ഹാഫ്നിയത്തിലോട്ട് എത്തുമ്പോൾ സൈസ് ചെറുതായിട്ട് കൂടുള്ളൂ. അപ്പോഴും അത് ആരെ പോലെ തന്നെ കിടക്കും? സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിനെ പോലെ തന്നെ കിടക്കും. അതുകൊണ്ട് ലാന്തനോയിഡ് കോൺട്രാക്ഷന്റെ പ്രത്യേകത എന്താ? സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിനും തേർഡ് ട്രാൻസിഷൻ സീരീസിനും ഒരേ സൈസായി അല്ലേ? ഒരേ സൈസായി, ഒരേ കളറായി, ഒരേ പ്രത്യേകതയായി. ഫിസിക്കൽ പ്രോപ്പർട്ടി സെയിം ആണ്, കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആണ്. അവരെ കാണാൻ ഒരുപോലാണ്, അവരുടെ കളറും ഒരുപോലാണ്. ഇവരുടെ സെപ്പറേഷൻ ഇനി ബുദ്ധിമുട്ടാണോ അല്ലയോ? സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിനെയും തേർഡ് ട്രാൻസിഷൻ സീരീസിനെയും ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്ന സൈസ് അനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്നാണ്. പക്ഷെ ഇനി എനിക്ക് സൈസ് അനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സൈസ് അനുസരിച്ചും എനിക്ക് കഴിയില്ല. ഉറപ്പിക്കാം, സൈസ് അനുസരിച്ചും എനിക്ക് കഴിയാത്തത് കൊണ്ട് ഇനി ഇവരുടെ സെപ്പറേഷൻ ബുദ്ധിമുട്ടാണ്. സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിന്റെയും തേർഡ് ട്രാൻസിഷൻ സീരീസിന്റെയും സെപ്പറേഷൻ ബുദ്ധിമുട്ടായതിന്റെ പോലും കാരണം എന്താണ്? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്തൊക്കെ സംഭവിച്ചു? സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ പീരിയഡ് എലിമെന്റ്സ് ഹാവ് സെയിം സൈസ്, same physical property, same chemical property, and their separation is difficult. Got it? Ready? Doubt ഒന്നുമില്ല മക്കളെ. ഇതെന്ന് പറയുന്ന സിർക്കോണിയം അല്ലേ? ഇതെന്ന് പറയുന്ന ഹാഫ്നിയം അല്ലേ? സിർക്കോണിയത്തിന്റെയും ഹാഫ്നിയത്തിന്റെയും സൈസ് ഞാൻ ലബോറട്ടറിയിൽ പോയി ചെക്ക് ചെയ്തു.
മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കണേ. നിങ്ങളുടെ സിർക്കോണിയത്തിന് 160 പൈക്കോമീറ്റർ ആണ്, ഹാഫ്നിയത്തിന് 159 പൈക്കോമീറ്റർ ആണ്. രണ്ടിന്റെയും സൈസ് ഏകദേശം സെയിം അല്ലേ? 1 പൈക്കോമീറ്ററിന്റെ മാത്രമല്ലേ മാറ്റമുള്ളൂ. അതുകൊണ്ട് ഇവരെ ഇനി മുതൽ ഞാൻ വിളിച്ചു കെമിക്കൽ ട്വിൻസ്. എന്താ വിളിച്ചത്? കെമിക്കൽ ട്വിൻസ്. അപ്പൊ ഒരിക്കൽ നിങ്ങളുടെ നീറ്റിന് നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു, കെമിക്കൽ ട്വിന്നുകളുടെ ഫോർമേഷന് പിന്നിലുള്ള കാരണം എന്താ? The reason behind the formation of chemical twins is also lanthanoid contraction. അപ്പൊ ഇനി മുതൽ ലാന്തനോയിഡ് കോൺട്രാക്ഷന് 5 കോൺസിക്വൻസസ് ഉണ്ട്. ഒന്നെന്താണ്? തേർഡ് ട്രാൻസിഷൻ പീരിയഡ് എലിമെന്റുകൾക്കും സെക്കൻഡ് ട്രാൻസിഷൻ പീരിയഡ് എലിമെന്റുകൾക്കും ഒരേ സൈസ് ആണ്, സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ്, സെയിം കെമിക്കൽ പ്രോപ്പർട്ടി ആണ്. അവരുടെ സെപ്പറേഷൻ ബുദ്ധിമുട്ടാണ്. ആൻഡ് ദിസ് ഈസ് ദ റീസൺ ബിഹൈൻഡ് കെമിക്കൽ ട്വിൻസ് ഫോർമേഷൻ. പക്ക? ക്ലിയർ കട്ട്? Are there any doubts? Write your 5 consequences in note. വേണല്ലേ? അച്ഛനത് പറയുന്നത് എനിക്കറിയാം. എല്ലാവരും ആലോചിച്ചില്ലേ? ചെയ്തിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയാം. പിന്നെ നമുക്ക് അതനുസരിച്ച് കാത് സ്പീഡ് കുറയ്ക്കണോ അല്ലെങ്കിൽ പറയുന്ന കണ്ടിന് മുന്നിൽ പറയണമെങ്കിൽ ഞങ്ങളത് നോക്കിയിട്ട് പറയുള്ളൂ. നമ്മുടെ വാഷ്റൂമിൽ ഏറ്റവും അത്യത്താണ് ഈ വെള്ളയാണ് ഞാൻ വയ്ക്കാം. ഇതിനെ സംശയിച്ച ഏറ്റവും വാഷ്റൂം അത് നമ്മുടെ മാത്രമാണ്. ബോയ്സിനായാലും ഗേൾസിനായാലും അതിനെ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ളതാണ്. നീറ്റായിരിക്കില്ല. പത്ത് മിനിറ്റുള്ള ബ്രേക്ക്. വേഗം പോയി വരണം. എന്റെ വീട്ടിലൊക്കെ എന്റെ
engineer ഇതിൽ എന്തെങ്കിലും കേൾക്കേണ്ട ആവശ്യം ക്ലാസ് തുടങ്ങുമ്പോൾ അയ്യോ കോൺസിക്വൻസസ് ഒക്കെ എഴുതിയോ എഴുതിയോ 5 കോൺസിക്വൻസസ് ഒന്ന് എഴുതിയിട്ടോ വരും 5 കോൺസിക്വൻസസ് എന്തൊക്കെയാ പറയൂ സെക്കൻഡ് ട്രാൻസിഷൻ എലമെന്റ്സും തേർഡ് ട്രാൻസിഷൻ എലമെന്റ്സും ഒരേ സൈസ് ആയിരിക്കും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ് അതുകൊണ്ട് തന്നെ സെപ്പറേഷൻ ഡിഫിക്കൽട്ട് ആണ് അഞ്ചാമത്തത് it is the reason behind the chemical twin formation example zirconium and hafnium മെത്തേഡ്സ് ഉണ്ട് അൾട്രാ ഹൈ വാല്യൂ ഹൈ കോസ്റ്റ് ആണ് മനസ്സിലായി അതുകൊണ്ട് നോർമൽ മെത്തേഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും
തുടങ്ങട്ടെ മക്കളെ? നിങ്ങൾക്ക് അയൺ ക്രോമൈറ്റ് പോലുകളെ അയൺ ക്രോമൈറ്റ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ? ഞാനൊന്ന് പറയാം. അയൺ ക്രോമൈറ്റ് ഓറുകൾ എന്ന് പറഞ്ഞാൽ FeCr2O4. ഇനി നമ്മൾ റിഡോക്സ് ഒക്കെ പഠിക്കുമ്പോഴേ നിങ്ങൾ രണ്ട് മെത്തേഡ് ഓഫ് ബാലൻസിങ് പഠിച്ചിട്ടില്ലേ? ഹാഫ് റിയാക്ഷൻ മെത്തേഡ്, ഓക്സിഡേഷൻ മെത്തേഡ്, ഓക്കെ അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ? പക്ഷെ നമുക്ക് ജസ്റ്റ് നമ്പർ ഇട്ടുകൊടുത്ത് അപ്പൊ കിട്ടും. 10 സെക്കൻഡ് കൊണ്ട് നമ്മൾ റിയാക്ഷൻ ബാലൻസ് ചെയ്യും. വെറും 10 സെക്കൻഡ് കൊണ്ട് നമ്മൾ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കും. മനസ്സിലായോ? അങ്ങനത്തെ ഒക്കെ ട്രിക്കുകളുണ്ട്. അതൊക്കെ ഞാൻ കെമിക്കൽ ബോണ്ടിങ് എടുക്കുമ്പോൾ പറയാം കേട്ടോ. വെറും 10 സെക്കൻഡിൽ നമ്മൾ ആൻസർ കണ്ടുപിടിക്കും. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം, കെമിസ്ട്രിയിൽ 3 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ്. ഒന്ന് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ ചോദിക്കാതെ നീറ്റ് കീം JEE എൻട്രൻസ് എക്സാം മുന്നോട്ട് പോകില്ല. ഹൈബ്രിഡൈസേഷൻ. സോ എന്ത് വില കൊടുത്ത് എന്ത് പഠിക്കണം? ഹൈബ്രിഡൈസേഷൻ 10 സെക്കൻഡ് ട്രിക്ക്. മനസ്സിലായോ? സൊല്യൂഷൻസിൽ നിന്ന് മോളിക്കുലാർ വെയിറ്റിന്റെ ഒരു ചോദ്യം ഉറപ്പാണ് എവിടെ ചോദിച്ചാലും. സ്റ്റോയിയോമെട്രിക് ബാലൻസിങ്ങും റിയാക്ഷൻ ബാലൻസിങ്ങും 2 ചോദ്യം, ഒരു ചോദ്യം. അപ്പൊ ഈ 4 ചോദ്യത്തിന് 10 സെക്കൻഡിന്റെ ട്രിക്കുകൾ തന്നാൽ 40 സെക്കൻഡിൽ നിങ്ങൾ ഉത്തരം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ബാക്കി 3.5 മിനിറ്റ് നിങ്ങൾക്ക് ലാഭമല്ലേ? സത്യത്തിൽ 4 മിനിറ്റ് അല്ലേ 4 ചോദ്യത്തിന്? അത് 40 സെക്കൻഡ് തീർന്നിട്ടുണ്ടെങ്കിൽ 3.5 മിനിറ്റോളം ലാഭമല്ലേ? മനസ്സിലായി? ഇങ്ങനത്തെ കുറെ ട്രിക്കുകളുണ്ട്, നമ്മൾ വരാം. ട്രിക്ക് ഏറ്റവും കുറഞ്ഞ പാഠം ഇതിലും പിന്നെ നമ്മൾ ഫോൾസും എന്നൊക്കെ പറയുന്ന ഒരു ട്രിക്കാണെന്നൊക്കെ പറയും. അതൊക്കെ അവസ്ഥയാണ്, നിങ്ങൾക്ക് അറിയാലോ. ഇത് കാണാപാഠം പഠിക്കാനുള്ള പാഠം. ഇതുപോലെ ട്രിക്ക് ഏറ്റവും കുറഞ്ഞ ചാപ്റ്റർ പി ബ്ലോക്ക് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? +1 +2 പഠിച്ചിട്ടില്ലേ? പി ബ്ലോക്ക് എലമെന്റ്സ് കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, ഈ പി ബ്ലോക്ക് എന്ന് പറയുന്നത് കാണാപാഠം പഠിക്കാലോ. മനസ്സിലായോ? സോ കാണാപ്പാഠം പഠിക്കാനുള്ള പാഠങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് നിങ്ങൾ ബയോളജി ഇപ്പൊ +2 പഠിച്ചില്ലേ? അതേപോലെ ഇരുന്ന് വായിച്ച് കേട്ടോ. അത് ഞാൻ പറയാം. അത് എത്തുമ്പോ എങ്ങനെയാണ് അവിടെ സ്റ്റഡി പറയാം. തുടങ്ങിക്കോട്ടെ. FeCr2O4 ഞാൻ സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്ന Na2CO3 കൊടുത്തു. ഒപ്പം ഓക്സിജനെ കൊടുത്തു. ഓക്സിജനെ കൊടുക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ഓക്സിജന്റെ സിലിണ്ടർ തുറന്നിടുക, അപ്പൊ ഇങ്ങനെ ഓക്സിജൻ വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തുറന്നു എയറിൽ ഓക്സിജൻ വരും. സോ FeCr2O4 Na2CO3 ഞാൻ ഇങ്ങനെ എയറിൽ തുറന്നു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് Na2CrO4 ആയിട്ട് മാറും. ഈ Na2CrO4 ഹൈഡ്രജനെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് Na2Cr2O7 ആകും. ഈ Na2Cr2O7 ഞാൻ KCl എന്ന് പറയുന്ന പൊട്ടാസ്യം ക്ലോറൈഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ K2Cr2O7 ആകും. ഇവനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 3 സ്റ്റെപ്പും ചെയ്തത്. അതുകൊണ്ട് ഈ 3 സ്റ്റെപ്പിനെയും എനിക്ക് പ്രിപ്പറേഷൻ മെത്തേഡ് ഓഫ് K2Cr2O7 എന്ന് പറഞ്ഞൂടെ? മക്കളെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. ഈ K2Cr2O7 എന്ന് പറയുന്നതിൽ 2 ക്രോമിയം ഇല്ലേ? ഇതൊരു പൊട്ടാസ്യവും അല്ലേ? അപ്പൊ ഇതിന്റെ പേര് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്നാണ്. മനസ്സിലായോ? കാര്യം മനസ്സിലായിട്ടുണ്ടോ? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണെന്ന് മനസ്സിലായോ? Always remember that the spelling of the potassium contains only 1 T and 2 S. കിട്ടിയോ? പല കുട്ടികളും 2 T യും 1 S ആണ് ഇടാറ്. തെറ്റും. 1 T യും 2 S ആണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. കാര്യം മനസ്സിലായിട്ടുണ്ടോ? വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടോ? And always remember that this Na2CrO4 is having yellow color. പലപ്പോഴായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. And Na2CrO7 is having orange red color. എന്താണ്? ഓറഞ്ച് റെഡ് കളറാണ്. കാര്യം മനസ്സിലായിട്ടുണ്ടോ? വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ടോ? സോ ആദ്യം നിങ്ങൾ എന്തെടുക്കണം? അയൺ ക്രോമേറ്റുകളുടെ ഓർ എടുക്കണം. ആ അയൺ ക്രോമേറ്റ് ഓറിലോട്ട് നിങ്ങൾ സോഡിയം കാർബണേറ്റിനെ ചേർക്കണം. ആ സോഡിയം കാർബണേറ്റിനെ നിങ്ങൾ എയറിൽ കാണിക്കണമെന്നില്ലെങ്കിൽ ഓക്സിജൻ കൊടുക്കണം.
നിങ്ങൾക്ക് സോഡിയം ക്രോമേറ്റ് കിട്ടും. ഇതിൽ ഒരു ക്രോമിയം അല്ലേ ഉള്ളൂ, ഇതിന് ഒരു ക്രോമിയം അല്ലേ ഉള്ളൂ. ഇതിനെ വിളിക്കുന്ന പേരെന്താ? സോഡിയം ക്രോമേറ്റ്. എന്താ വിളിക്കുക? സോഡിയം ക്രോമേറ്റ്. സോഡിയം ക്രോമേറ്റ് കിട്ടും. ആ സോഡിയം ക്രോമേറ്റ് കിട്ടിയതിലോട്ട് നിങ്ങൾ ആദ്യ സ്റ്റെപ്പിൽ ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് കൊടുക്കണം? ഹൈഡ്രജൻ കൊടുക്കണം. സോഡിയം ഡൈക്രോമേറ്റ് കിട്ടും. ആ സോഡിയം ഡൈക്രോമേറ്റിന്റെ കളർ എന്താ? ഓറഞ്ച് റെഡ് ആണ്. ആ സോഡിയം ഡൈക്രോമേറ്റിലോട്ട് സോഡിയം പോയി പൊട്ടാസ്യം വരുന്നതിന് വേണ്ടി കൊടുക്കുന്നത് എന്താ? പൊട്ടാസ്യം ക്ലോറൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശുദ്ധമായ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടും. കാര്യം മനസ്സിലായി? കാര്യം മനസ്സിലായി? Write the procedure. It's very important. എഴുതിയെടുക്കാൻ. ചൂടെങ്ങനെയാണ്? പോകാം, അങ്ങോട്ട് പോകാം. മക്കളെ ഇതിനെ ക്രോമേറ്റ് തന്നെ വിളിക്കാം. ഇതിനെന്താ വിളിക്കാം? ഡൈക്രോമേറ്റ്. ഞാൻ ക്രോമേറ്റും ഡൈക്രോമേറ്റും ഒന്ന് കമ്പയർ ചെയ്യാം. ആദ്യത്തെ കമ്പാരിസൺ തന്നെ നിങ്ങൾക്ക് കിട്ടും. ക്രോമേറ്റിന്റെ കളർ എന്താന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു. ഇറ്റ് വാസ് യെല്ലോ. ശരിയല്ലേ? ഇറ്റ് വാസ് യെല്ലോ. ഡൈക്രോമേറ്റിന്റെ കളർ എന്താ? റെഡി? തൊള്ളൊന്നും പറയൂ. അടുത്തത് ക്രോമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Na2Cr O4 അതല്ലെങ്കിൽ അതിനെ Cr2 പറഞ്ഞ ഡൈക്രോമേറ്റ് ആയിരുന്നു. CrO4 2- അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് Cr2O7 2-. ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തണം. അതിന്റെ ട്രിക്ക് ഞാൻ റിഡോക്സ് റിയാക്ഷൻ ചാപ്റ്ററിൽ പഠിപ്പിച്ചു തരാം. ബട്ട് റൈറ്റ് നൗ നിങ്ങൾ കാണാതെ പഠിക്കുക. ദിസ് ഈസ് +6 ആണ് ഓക്സിഡേഷൻ നമ്പർ. ക്രോമിയത്തിന്റെ ഇവിടെയും +6 ആണ്. ഓക്കെ. ആൻഡ് രണ്ടും ഇനി അടുത്തത് എനിക്ക് കെമിക്കൽ ബോണ്ടിങ് എടുക്കുമ്പോൾ പറയാനുള്ളതാണ്. ഓർക്കുക, ഇതും ഡയാമാഗ്നറ്റിക് ആണ്, ഇതും ഡയാമാഗ്നറ്റിക് ആണ്. ഓക്കെ. ലാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന്റെ സ്ട്രക്ചർ ആണ്. ഇതിൽ ഒരു Cr അല്ലേ മക്കളെ? പറടാ, ഒരു Cr അല്ലേ? നോക്ക, ഒരു Cr, പിന്നെ 4 ഓക്സിജൻ. ഓക്സിജനായിട്ട് ബോണ്ട് ഇടുമ്പോ ഡബിൾ ബോണ്ട് ഇടണം. കിട്ടിയോ മക്കളെ? ഇതിനൊരു 2- എന്ന ചാർജ് ഇല്ലേ?
അതെങ്ങനെ ഉണ്ടായതാന്ന് അറിയോ മക്കളെ? ഇവിടെ ഡബിൾ ബോണ്ട് ചെയ്യണം, ആ ബോണ്ട് ഇതിന്റെ മേലേക്ക് കയറും, അപ്പൊ അത് സിംഗിൾ ബോണ്ടും ഒരു മൈനസോ അല്ലേ? ഇവിടെയും ഒരു ഡബിൾ ബോണ്ട് ഇല്ലേനാ, അതും ഒരു സിംഗിൾ ബോണ്ട് മൈനസോ. ഇപ്പൊ സി ആർ ഉണ്ട്, 4 ഓയും ഉണ്ട്, 2 മൈനസും ഉണ്ട്. കിട്ടിയോ? സി ആർ ഓഫ് കിട്ടിയോ? ഈ അടുത്ത സി ആർ ടു ടു മൈനസ് അല്ലേ? സോ 2 സി ആർ, നടുവിൽ ഒരു ഓക്സിജന്റെ കണക്ഷൻ ഉണ്ട് രണ്ടും കൂടെ. ഇനി ഇത് അപ്പോ 2 സി ആർ ആയില്ലേ, ഒരു ഓക്സിജനും ആയില്ലേ? ഇനി ബാക്കി എത്ര ഓക്സിജൻ ഇടണം? ബാക്കി എത്ര ഓക്സിജനാ? പറടാ, ഒരു ഓക്സിജൻ പോയ ബാക്കി എത്ര ഓക്സിജനാ? 6. 6 2 ക്രോമിയത്തിനല്ലേ, അപ്പൊ ഒരു ക്രോമിയത്തിന് എത്രയാ? ഓ ഓ ഓ ഓ ഓ ഓ ഓക്സിജനുള്ള ബോണ്ട് ഡബിൾ ബോണ്ട് അല്ലേ? ഡബിൾ ബോണ്ട് ഞാൻ കൊടുത്തു, കുഴപ്പമില്ലല്ലോ. ഇനി ഇതിനുമില്ലേ 2 മൈനസ്, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇവിടുത്തെ ഒരു ബോണ്ട് മാറ്റിയിട്ട് ഇവിടത്തെയും ഒരു ബോണ്ട് മാറ്റിയിട്ട് രണ്ടിടത്തും സിംഗിൾ ബോണ്ട് മൈനസും കൊടുക്കും. ആയില്ലേ? Cr2 മൈനസ് ആയില്ലേ? ആയില്ലേ? ദിസ് ഈസ് ദ സ്ട്രക്ചർ. മക്കളെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണേ, CrO2 മൈനസ് എന്ന് പറയുന്നത് ക്രോമേറ്റ് അല്ലേ? ഈ ക്രോമേറ്റിനെ ഞാൻ അസിഡിക് മീഡിയത്തിൽ ട്രീറ്റ് ചെയ്താൽ, അസിഡിക് മീഡിയം എന്ന് പറഞ്ഞാൽ H+ അല്ലേ? ഈ H+ അതില്ലെങ്കിൽ pH ഞാൻ 4 എന്ന് കൊടുത്തു, pH 4 ആണെന്നുണ്ടെങ്കിലും അസിഡിക് മീഡിയം അല്ലേ? pH 7 വരെ അസിഡിക് മീഡിയം അല്ലേ? അപ്പൊ എന്തായിട്ട് മാറും? Cr2O7 മൈനസ് ആകും. എന്ന് വെച്ചാൽ എന്തായി മാറി? ഡൈക്രോമേറ്റ് ആയി മാറി. സോ ക്രോമേറ്റിനെ ഡൈക്രോമേറ്റ് ആക്കുന്ന pH ഏതാണെന്ന് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഏതാണ് pH? അസിഡിക് pH ആണ്. അതേസമയം ഇനി ഇത് നിങ്ങളുടെ റിവേഴ്സ് നടക്കും മക്കളെ. Cr2O7 മൈനസിനെ ഞാൻ ബേസിക് മീഡിയത്തിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ pH 8 കൊടുത്താൽ മക്കളെ അതെന്തായിട്ട് മാറും? Cr2 മൈനസ് എന്ന് പറയുന്ന ക്രോമേറ്റ് ആയിട്ട് മാറും. സോ chromate and dichromate are interchangeable according to the pH. pH acid ആണെന്നുണ്ടെങ്കിൽ chromate dichromate, pH base ആണെന്നുണ്ടെങ്കിൽ dichromate. You got the idea? You got the idea? Simple, but it's important. pH ആണ് ചോദിക്കുന്നത്. Acidic medium അങ്ങനെ ചോദിക്കും. What happens to chromate on acidic medium? What happens to dichromate on the basic medium? അല്ലെങ്കിൽ pH മാറിയാൽ ഇത് മാറുമോ? അപ്പൊ മാറും. അതെ, ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ നിങ്ങളോട് ചോദിച്ചത് എന്താണെന്ന് അറിയോ? ഞാനൊന്ന് പറയട്ടെ. K2Cr2O7 എന്ന് പറയുന്ന ഒരു ആറ്റത്തിനെ ഞാൻ എടുത്തു, ഇതിലോട്ട് OH മൈനസിനെ ഞാൻ കൊടുത്തു, എന്നിട്ട് ഇവിടെ ഒരു X എന്ന ആറ്റം ഉണ്ടായി. അതിന്റെ കളർ എന്താ? K2Cr2O7 OH മൈനസ് കൊടുത്തു, കിട്ടിയത് ഒരു X എന്ന കോമ്പൗണ്ട് ആണ് വിചാരിക്കുക. അതിന്റെ കളർ അങ്ങനെ മനസ്സിലായി. Cr2O7 മൈനസിലോട്ട് OH കൊടുത്തിട്ടുണ്ടാകുന്നത് ആരാ? ക്രോമേറ്റ് അല്ലേ? ക്രോമേറ്റിന്റെ കളർ ഞാൻ പഠിപ്പിച്ചില്ലേ?
അല്ലേ? ഇതാണ് ഇന്റർ കണക്റ്റഡ് ക്വസ്റ്റ്യൻ. ഞാൻ ഇതും പഠിപ്പിച്ചു കണ്ട കണക്ട് ചെയ്ത് ചോദ്യമായിരുന്നു. പിന്നെ മാച്ച് ദ ഫോളോയിങ്ങിലില്ലേ 4 മാച്ച് ദ ഫോളോയിങ് ഉണ്ടെങ്കിൽ 3 നിങ്ങൾക്ക് അറിയൂ. എപ്പോഴും അങ്ങനെയാണ്. ആ 3 റൈറ്റ് ആയിട്ട് കുത്തിയാൽ ബാക്കിയുള്ളത് 4ാമത്തേന് കൊടുക്കാം. അതറിയില്ലേ? K2Cr2 O7 is a strongest ever oxidizing agent. ഇത് നിങ്ങളുടെ നോട്ടിൽ എഴുതിക്കോ. ഇതെനിക്ക് വേറെ ചാപ്റ്ററിൽ പറയേണ്ടതാണ്. But it is a very important point from DNS. K2Cr2O7 is the strongest ever oxidizing agent. എന്തുകൊണ്ട് അത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയും. ആസിഡിക് മീഡിയമാണ്. That's the thing. ഞാൻ തുടങ്ങിക്കോട്ടെ. അടുത്തതായിട്ട് നിങ്ങൾക്ക് മുന്നിലെ പൊട്ടാസ്യം ഡൈക്രോമേറ്റും ക്രോമേറ്റും കഴിയും. ഇത്രയും പഠിച്ചാൽ മതി. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ഒരു കോമ്പൗണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് ദാറ്റ് ഈസ് KMnO4 എന്ന് പറയുന്ന ഇയാളെ കുറിച്ചാണ്. KMnO4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ ഉറപ്പിച്ചോ, this is what is potassium. Only 1P but 2S. ശരിയല്ലേ? And this is permanganate. കാര്യം മനസ്സിലായിട്ടുണ്ടോ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്നാണ് അവരുടെ വിളിപ്പേര്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊന്നു മക്കളെ എങ്ങോട്ട് നോക്കിക്കോ. ഞാൻ പറഞ്ഞു തുടങ്ങിക്കോട്ടെ. മക്കളെ MnO2 എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ MnO2 എന്ന് പറയുന്നയാളുടെ പേര് പൈറോലുസൈറ്റ് എന്നാണ്. എന്താണ്? പൈറോലുസൈറ്റ്. എന്താ വിളിക്കുക? പൈറോലുസൈറ്റോ. സമയം എന്താണ്? 11:15. നിങ്ങൾക്ക് 12:30 വരെ ആണോ? ഒത്തിരി സ്പീഡപ്പ് ആക്കണ്ടേ. ഒന്ന് നോക്കണം കേട്ടോ. ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് എല്ലാ ചോദ്യവും ആൻസർ ചെയ്യാൻ കിട്ടൂട്ടോ. ഏകദേശം എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ. MnO2 എന്ന് പറയുന്നത് പൈറോലുസൈറ്റ് ആണ്. ആ പൈറോലുസൈറ്റിലോട്ട് ഞാൻ KOH എന്ന് പറയുന്ന ആൽക്കലിയെ കൊടുക്കുകയാണ്. നേരത്തെ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓക്സിജനല്ലേ കൊടുത്തത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓക്സിജനല്ലേ കൊടുത്തത്. ഇവിടെയും ഞാൻ ഓക്സിജനെ കൊടുക്കുന്നു. എനിക്ക് K2MnO4 എന്ന് പറയുന്ന ഇയാളെ കിട്ടുന്നു. KMnO4 എന്ന് വിളിക്കുന്ന പേര് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. K2MnO4 ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പൊട്ടാസ്യം മാംഗനേറ്റ്. എന്താ പറ്റുക? പൊട്ടാസ്യം മാംഗനേറ്റിന്റെ കളർ എന്താണെന്ന് അറിയാം നമ്മളെ? പൊട്ടാസ്യം മാംഗനേറ്റിന്റെ കളർ ഡാർക്ക് ഗ്രീൻ ആണ്. ഇത് എല്ലാ കുട്ടികൾക്കും തെറ്റലുണ്ട്. സാധാരണ പർപ്പിൾ ഓറഞ്ച് എന്നൊക്കെ കാണുമ്പോൾ കുട്ടികൾ അതാണ് കാണിക്കും. പക്ഷേ പൊട്ടാസ്യം മാംഗനേറ്റിന്റെ കളർ എന്താ? ഡാർക്ക് ഗ്രീൻ. ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റിലോട്ട് മക്കളെ കഴിഞ്ഞതിലെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എന്താ ചെയ്തത് പറഞ്ഞോ? ആദ്യം ഓക്സിജൻ, പിന്നെ ഹൈഡ്രജൻ, പിന്നെ KCl അല്ലേ കൊടുത്തത്. ഇത്തവണയും ഓക്സിജൻ, അത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മക്കളെ അത് KMnO4 എന്ന് പറയുന്ന നമുക്ക് വേണ്ട പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയി മാറും. അത് കഴിഞ്ഞ MnO2 എന്ന് പറയുന്ന ആളെ തന്നെ കിട്ടും. നമ്മൾ തുടങ്ങിയത് MnO2-ലല്ലേ? പൈറോലുസൈറ്റ് ഓറിൽ തുടങ്ങിയില്ലേ? ബൈ പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് പൈറോലുസൈറ്റ് കിട്ടിയില്ലേ? ഈ പൈറോലുസൈറ്റിനെ വീണ്ടും എനിക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ട് പിന്നെ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്തൂടെ? എന്ന് വെച്ചാൽ വേസ്റ്റേജ് ഇല്ലാത്ത പ്രോസസ് ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പ്രിപ്പറേഷൻ.
You know, this potassium permanganate is having a color of purple. You got the idea? You got the idea? Write it. It's a very important thing. It's a very important thing. Let me go further. Let me go further. ഓൺലൈൻ കുട്ടികൾ ഇതില് റിപ്ലൈ തരും അദ്വൈത്, റയാൻ, സംഗീത് 3 പേരും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ മൈക്രോഫോൺസ് അടക്കം ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ, റെഡിയാണ്? റെഡിയാണ്? നോ ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട്? റെഡിയാണ്? എന്നാ പിന്നെ ഞാൻ കമ്പയർ ചെയ്യട്ടെ. നേരത്തെ ഞാൻ ക്രോമേറ്റിനെയും ഡൈക്രോമേറ്റിനെയും കമ്പയർ ചെയ്തു. അതേപോലെ എനിക്ക് കമ്പയർ ചെയ്യാനുള്ള 2 ആളുകളാണ് മാഗ്നേറ്റും പെർമാഗ്നേറ്റും. മനസ്സിലായോ? യഥാർത്ഥത്തിൽ മക്കളെ മാഗ്നേറ്റ് പെർമാഗ്നേറ്റ് ഒക്കെ പേര് വരാനടക്കം കാരണമുണ്ട്, ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. മാഗ്നേറ്റ് പെർമാഗ്നേറ്റ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കൊടുക്കാണ്. ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കരുത്. മാഗ്നേറ്റും പെർമാഗ്നേറ്റും മക്കളെ ഇങ്ങോട്ട് നോക്കിക്കോ. മാഗ്നേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MnO2- ആണ്. അതേസമയം പെർമാഗ്നേറ്റ് എന്ന് പറഞ്ഞാൽ MnO4- ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കണേ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത് കേട്ടോ. ഒന്ന് K2MnO4 ആയതുകൊണ്ട് 2- ആണ്, മറ്റൊന്ന് KMnO4 ആയതുകൊണ്ട് ഒറ്റ മൈനസ് ആണ്. Ready? And this is having a oxidation number of +6 and this is having a oxidation number of +7 and this is having a color of this is having a color of this is having a color of കേൾക്കുന്നില്ലല്ലോ, dark green and this is having a color of ഒന്ന് തൊള്ള തുറന്ന് പറടാ. and അടുത്ത മറ്റൊരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ് ദിസ് ഈസ് പാരാമാഗ്നറ്റിസം ആൻഡ് ദിസ് ഈസ് ഡയാമാഗ്നറ്റിസം. ഇനി സ്ട്രക്ചർ വരക്കലാണ്. നേരത്തെ പറഞ്ഞതുപോലെയാണ് ഞാൻ സ്ട്രക്ചർ വരക്കുന്നത്. ഓൺലൈനിലെ കുട്ടികൾക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതിയിടുകയോ അതല്ല എന്നുണ്ടെങ്കിൽ എന്നോട് ഒച്ചത്തിൽ സംസാരിച്ച് ചോദിക്കുകയോ ചെയ്യാം. മക്കളെ കൃത്യമായിട്ട് ഇരിക്കണം. എനിക്ക് ഓഫ്ലൈനിലെ കുട്ടികൾ എൻ്റെ മുന്നിൽ എപ്പോഴും കാണാനുണ്ട്. അവർ എഴുതുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ എനിക്ക് വൃത്തിക്ക് നോക്കാം. അവരുടെ നോട്ടടക്കം ഞാൻ അവരുടെ ഇടയിൽ നടന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട ഓൺലൈനിലെ കുട്ടികൾ, നിങ്ങൾ എൻ്റെ മുന്നിലില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ചായ കുടിച്ചുകൊണ്ടോ ഒന്നും ക്ലാസ് കേൾക്കരുത്. ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു നോട്ട് ബുക്കും ഒരു പെന്നും മാത്രം. ആ നോട്ട് ബുക്കും പെന്നും എപ്പോഴും നിലത്ത് വെക്കുക. നിങ്ങളുടെ കൈകൾ ഫ്രീ ആക്കി നിങ്ങളുടെ മുന്നിലുള്ള ഡെസ്കിൽ വെച്ചിട്ട് ഇരിക്കുക. ചെയ്യേണ്ട കാര്യം എഴുതാനാകുമ്പോൾ മാത്രം നിങ്ങളുടെ നോട്ട് തുറന്നാൽ മതി, പെന്നും കയ്യിൽ വെച്ചാൽ മതി.
അതല്ലാത്ത മുഴുവൻ സമയവും എൻ്റെ ക്ലാസ്സിലോട്ട് ഞാൻ പറയുന്നത് എന്തോ അത് കേൾക്കുകയാണ് വേണ്ടത്. അതല്ലാതെ വെറുതെ എഴുതി കുത്തുന്നതിൽ കാര്യമില്ല. മക്കള് മനസ്സിലായോ? ലെക്ചർ നോട്ട് എഴുതിക്കോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷെ ക്ലാസ് ശ്രദ്ധിച്ചതിന് ശേഷം എഴുതണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എഗെയിൻ ആൻഡ് എഗെയിൻ വീണ്ടും പറയാണ്, എത്ര ഡൗട്ട്, അത് 100 അല്ല 1000 അല്ല, എത്ര ഡൗട്ട് ആണെന്നുണ്ടെങ്കിലും പൊന്നു മക്കള് ഈ പറയുന്ന ചാറ്റ് ബോക്സിൽ എഴുതി അയക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ എന്നോട് മൈക്രോഫോണിലൂടെ സംസാരിക്കുകയോ വേണം കേട്ടോ. അദ്വൈത്, റയാൻ, സംഗീത് ഇവർ 3 പേരും ഉത്തരം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ് കേൾക്കുന്നില്ലേ? ഓ ഓ മെസ്സേജ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാരാമാഗ്നറ്റിസം ഡയമാഗ്നറ്റിസം മനസ്സിലായില്ലേ? സ്ട്രക്ചർ വരക്കുന്നതിന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറഞ്ഞിരുന്നല്ലോ. മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഒരു mn ഞാൻ ഇവിടെ ഇടണം, ശരിയല്ലേ? 4 ഓക്സിജന് ചുറ്റുമിടണം, ശരിയല്ലേ? 4 ഓക്സിജനിലോട്ട് ഡബിൾ ബോണ്ട് കൊടുക്കണം, ശരിയല്ലേ? എന്നിട്ടോ ഒരു ബോണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവിടെ മൈനസ് ആക്കൂലേ? അപ്പൊ ഇത് രണ്ടും സിംഗിൾ ബോണ്ട് ആക്കൂലേ? MnO4 2 മൈനസ് കിട്ടിയില്ലേ? MnO4 മൈനസ് എങ്ങനെ വരക്കും? ഒരു mn വരക്കും, 4 ഓക്സിജൻ വരക്കും, 4ലോട്ടും ഡബിൾ ബോണ്ട് കൊടുക്കും, ഒരു ഡബിൾ ബോണ്ട് മാത്രം നെഗറ്റീവ് ആക്കും. സിമ്പിൾ. ചോദിക്കും മക്കളെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞു തുടങ്ങിക്കോട്ടെ. എഴുതി കഴിഞ്ഞില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ എഴുതി കഴിഞ്ഞില്ല, എഴുതി കഴിഞ്ഞില്ല, കഴിഞ്ഞോ? ദേവിക, അൽ ആൽറിച്ച്, എ ഡബിൾ എൽ നിന്റെ പേര് നീ വേറെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അവനെന്ത് ഉറക്കം ചെറുതായിട്ട് തുടങ്ങാം. തുടങ്ങിക്കോട്ടെ മക്കളെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? തുടങ്ങിക്കോട്ടെ ഞാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കൂട്ടാ, ഇങ്ങോട്ട് നോക്കൂ. KMnO4 ഉം KClO4 ഉം മക്കളെ രണ്ടും ബന്ധുക്കളാണ്. ബന്ധുക്കളാണെന്ന് മാത്രമല്ല, ഇവര് രണ്ടുപേരും ഐസോ സ്ട്രക്ചറിലാണ്, ഒരേ സ്ട്രക്ചറാണ്. ഒരേ നമ്പർ ഓഫ് ദ ബോണ്ടിങ് പെയർ, ഒരേ നമ്പർ ഓഫ് ദ ലോൺ പെയർസ്, ഒരേ നമ്പർ ഓഫ് ദ ഇലക്ട്രോൺ ക്ലൗഡ്, ഒരേ നമ്പർ ഓഫ് ദ ഷേപ്പ്, ഒരേ ഹൈബ്രിഡൈസേഷൻ ആൻഡ് ഒരേ സ്ട്രക്ചർ. അതുകൊണ്ടാണ് ഇവരെ ഞാൻ എന്ത് വിളിക്കുക? ഐസോ സ്ട്രക്ചറൽ പെയർ. എന്താ വിളിക്കുക? ഒച്ചക്ക് പറടാ. ഐസോ സ്ട്രക്ചറൽ പെയർ എന്താ വിളിക്കുക? ഐസോ സ്ട്രക്ചറൽ പെയർ. കിട്ടിയിട്ടുണ്ടോ? വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ടോ മക്കളെ? KMnO4 ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയോ? ആ KMnO4 ഞാൻ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ പൊട്ടാസ്യം മാംഗനേറ്റ് എന്ന് പറയുന്ന K2MnO4 കിട്ടും. ഇത് നമുക്ക് ആവശ്യമില്ല. എന്നാൽ MnO2 എന്ന് പറയുന്ന പൈറോലിസൈറ്റിനെ കിട്ടും. ഇതും നമുക്ക് ആവശ്യമില്ല. എന്നാൽ എന്റെ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കിയ മക്കളെ എനിക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്, ദാറ്റ് ഈസ് ഓക്സിജൻ ഗ്യാസ്. ഒരിക്കൽ AIPMTക്ക് നിങ്ങളുടെ മുന്നിൽ ചോദിച്ചു, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഡൈഹൈഡ്രജൻ ഗ്യാസ് കിട്ടുമോ, ഓക്സിജനെ കിട്ടുമോ, കാർബൺ ഡൈ ഓക്സൈഡിനെ കിട്ടുമോ, അതോ കാർബൺ മോണോക്സൈഡിനെ കിട്ടുമോ? യുവർ ആൻസർ മസ്റ്റ് ബി ഓക്സിജൻ. രണ്ടും എഴുതണേ. ദീസ് ആർ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മക്കളെ. ഓൺലൈനിലുള്ളവർ നോട്ട് എഴുതിയെടുക്കണം കേട്ടോ. വൃത്തിക്ക് നോട്ട് എഴുതിയെടുക്കണം. അല്ലാത്ത സമയം വൃത്തിക്ക് പൊന്നുമക്കൾ ക്ലാസ് ശ്രദ്ധിക്കണേ. റെഡി? പോട്ടെ, ഞാൻ അടുത്തതിലോട്ട് പോയിക്കോട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കണേ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്ന KMnO4 ലെ
ഈ KMnO4 is also strongest ever oxidizing agent. ഞാൻ നേരത്തെ നിങ്ങളുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ മുന്നിൽ പറഞ്ഞിരുന്നു മക്കളെ, അത് സ്ട്രോങ്സ്റ്റ് എവർ ഓക്സിഡൈസിങ് ഏജന്റ് തന്നെയാണ്. ആ സ്ട്രോങ്സ്റ്റ് എവർ ഓക്സിഡൈസിങ് ഏജന്റ്. മറ്റേത് അസിഡിക് മീഡിയം ആയിരുന്നില്ലേ മക്കളെ? This is in acidic medium and basic medium. അത്രയും സ്ട്രോങ് ആണ് മക്കളെ. ഇതിന്റെ റിയാക്ഷൻസ് ഞാൻ പറഞ്ഞു കാണിച്ചു തരാം. ഈ MnO4 എന്ന് പറയുന്നത് MnO4 മൈനസ് MnO4 2 ആക്കി മാറ്റും. എവിടെ? ബേസിക് മീഡിയത്തില്. അതേസമയം ഇത് MnO2 ആയിട്ട് മാറും ന്യൂട്രൽ മീഡിയത്തില്. അതേസമയം അസിഡിക് മീഡിയത്തിലാണ് എന്നുണ്ടെങ്കിൽ മക്കളെ നോക്കിക്കൊള്ളേ, അത് Mn2+ ആയിട്ട് മാറും. എന്ന് വെച്ചാൽ എന്റെ MnO4 മൈനസിന് 3 ആക്ഷൻ ഉണ്ട്, 3 മീഡിയത്തിലും ആക്ഷൻ ഉണ്ട്. ബേസിക് മീഡിയം ആയാലും ശരി, ന്യൂട്രൽ മീഡിയം ആയാലും ശരി, അസിഡിക് മീഡിയം ആയാലും ശരി, എന്റെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന് റിയാക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് this is the strongest ever oxidizing agent. But in you got the idea. By this I conclude potassium permanganate also. Ready? Ready? അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ മക്കളെ. ലാന്തനോയിഡ് കോൺട്രാക്ഷന്റെ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓൺലൈനിലെയും ഓഫ്ലൈനിലെയും മക്കൾ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു ഓർക്കുന്നത്? 5D ഫിൽ ചെയ്യുന്നതിന്റെ മുന്നേ ആര് ഫില്ലായി പോയതാ മക്കളെ? 4F ഫില്ലായതാണ്. അങ്ങനെ ഫില്ലാകുന്നത് കൊണ്ട് എന്താ കാര്യം? സ്ക്രീനിങ് എഫക്ട് കുറയൂലേ? പുറത്തോട്ട് തള്ളാനുള്ള കഴിവ് കുറയൂലേ? ന്യൂക്ലിയസിനോട് അടുപ്പമെത്തൂലേ? ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്ത് പിടിക്കൂലേ? എന്റെ ആറ്റത്തിന്റെ സൈസ് കുറയൂലേ? ലാന്തനോയിഡുകൾക്ക് സ്ക്രീനിങ് എഫക്ട് കുറഞ്ഞത് കാരണം, 4F ഇലക്ട്രോൺ വന്നത് കാരണം, 5D ഇലക്ട്രോൺ നിറയാത്തത് കാരണം, ന്യൂക്ലിയസിനടുക്ക് അടുത്തേക്ക് വന്നത് കാരണം സൈസ് കുറഞ്ഞു വരുന്ന പ്രതിഭാസത്തിന് വിളിക്കുന്ന പേരായിരുന്നു ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. കോൺസിക്വൻസസ് എന്തായിരുന്നു മക്കളെ? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണം എന്റെ എലമെന്റുകളുടെ സൈസ് കുറഞ്ഞു വന്നത് മൂലം സെക്കൻഡ് ട്രാൻസിഷൻ പീരീഡിലെയും തേർഡ് ട്രാൻസിഷൻ പീരീഡിലെയും എലമെന്റുകൾക്ക് സെയിം സൈസ് ആയിരുന്നു. സെയിം സൈസ് ആകുന്നത് കൊണ്ട് സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ്, സെയിം കെമിക്കൽ പ്രോപ്പർട്ടി ആണ്, ആൻഡ് സെപ്പറേഷൻ ഡിഫിക്കൽട്ട് ആണ്. ആൻഡ് ഇറ്റ് വാസ് ദ റീസൺ ബിഹൈൻഡ് ദ ഫോർമേഷൻ ഓഫ് കെമിക്കൽ ട്വിൻസ്. എക്സാമ്പിൾ അടിക്കാവോ കെമിക്കൽ ട്വിൻസിന്? ദ സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം. ഡൗട്ടുകളൊന്നുമില്ല, ഉറപ്പാണ്. ഇന്നെടുത്തത് നിങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ TNF എന്തെങ്കിലും മനസ്സിലായി ഉറപ്പിച്ചിട്ട് ഇറങ്ങാൻ പാടുള്ളൂ. ആ കോൺഫിഡൻസ് ഉണ്ടോ? ഇവിടുന്ന് ചില്ലറ അറിവെല്ലാം കിട്ടിയത് എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടോ? വന്നിരുന്ന ആൾക്കാരാണോ നിങ്ങൾ അതേ അറിവ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്? എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടില്ലേ? ഞാൻ പറഞ്ഞത് ചോദിച്ച ചോദ്യങ്ങളാണ്, അത് നിങ്ങൾക്ക് വൃത്തിക്ക് കിട്ടിയിട്ടുണ്ടോ? പറഞ്ഞതല്ലേ 20 ദിവസം കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന അതനുസരിക്കൂലേ? കൂടാൻ നിന്നോളി, നിങ്ങൾക്ക് ഞാൻ പക്ഷേ 20 ദിവസം പട്ടിപ്പണി എടുക്കണം, നല്ല പാട്ടിക്ക് ഇരുന്ന് പഠിച്ചണം. 20 ദിവസം കൊണ്ട് തകരുന്ന ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതാണ് ഒഴിവായി. മനസ്സിലായല്ലോ? ടിവിയിൽ ഇൻസ്റ്റയിലൊക്കെയുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്ന കുറക്കുമല്ലോ. നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ, കുറക്കുമല്ലോ. എന്താ ആഗ്രഹം? എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്തിട്ട് എന്താ ആഗ്രഹം? അതിനിടയിൽ അദ്വൈതവും റയാനും സംഗീതവും ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ ആവാനുള്ള ആഗ്രഹം എന്നുള്ളത് എനിക്ക് ടൈപ്പ് ചെയ്ത് അയക്കണം. എന്നിട്ട് ഞാൻ നിങ്ങളോടും ചോദിക്കും കേട്ടോ. നിങ്ങളെ നേരിൽ കാണാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ നേരിൽ കണ്ട് നിങ്ങളുടെ മുഖം എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാവണം കേട്ടോ. നിങ്ങൾ മിണ്ടാതിരിക്കല്ല. ചാറ്റില് ആവാനുള്ള ആംബിഷൻ എന്തായാലും എഴുതിയിടണേ. കേട്ടില്ല? സാറ് കുട്ടികൾക്ക് ഗ്യാപ്പ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാ ഹലോ
ട്രിപ്പിൾ ഇ. വൈ ട്രിപ്പിൾ ഇ? എന്തെങ്കിലും പ്രത്യേകം? നീ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ഞാൻ പറയാം, സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്. ഫിസിക്സ് എടുക്കുമ്പോൾ ശക്തമായ സൗണ്ട് നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന കാരണം നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ഫ്രീ കൊടുക്കണമെന്നാണ് സാറ് പറഞ്ഞത് കേട്ടോ. എനിക്ക് നിങ്ങളോട് ദയയില്ല, പക്ഷെ നിങ്ങളെ ശ്രീജി സാറിന് നിങ്ങളോട് ഭയങ്കര ദയാണ്. അപ്പൊ നിങ്ങൾ ഒരു 5 മിനിറ്റ് കൂടി എടുത്തോ. ഞാൻ സാറിനോട് പറഞ്ഞു സാറിന് നിങ്ങളെ കേട്ടോ ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ആയിരിക്കണേ കേട്ടോ. അപ്പൊ ഇറങ്ങിക്കോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ റെഡിയാവണ്ടേ കേട്ടോ. ഓരോ 40 മിനിറ്റ് കൂടുമ്പോഴും നിങ്ങളുടെ ഇത് നിവർന്നിരുന്നാലേ ശ്രദ്ധിക്കാനുള്ള ഐഡി വരുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. ഒന്നിരിക്കണം. ചാർജ് ചെയ്യാം. ഒരു ബ്ലീച്ചിങ് മോഡലാണ് എന്റെ റെക്കോർഡിങ് ജസ്റ്റ് ഒന്ന് ഞാൻ പോസ് ചെയ്ത്